ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറ്റവും ആദരവ് നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അവൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഒരുമിച്ചിരിക്കാനും കേൾക്കാനും അറിയാനും പഠിക്കാനും നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തവും സമയത്തെ ചിലവഴിക്കുന്നതും ഈ സംഘാടനവുമെല്ലാം നാളെ സ്വർഗത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്വാലിഹായ സൽക്കർമ്മമായി, സുഹൃതമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു മാറ്റാൻ കഴിയാത്ത, നീക്കിവെക്കാൻ കഴിയാത്ത ഒരു സംവിധാനവും, ആ സംവിധാനം നമ്മുടെ വിശ്വാസവുമായി, നമ്മുടെ ഈമാനുമായി, തഖ്വയുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. നമ്മളേറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊരു വിവരമറിയിക്കാൻ ആഴ്ചകളും മാസങ്ങളും ദിവസങ്ങളും ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് ലോകത്തിൻ്റെ ഏത് ദിക്കിലുള്ള മനുഷ്യനാണെങ്കിലും അവർക്ക് നമ്മുടെ വിവരങ്ങൾ കൈമാറാൻ, സന്ദേശങ്ങൾ അയക്കാൻ, കണ്ട് സംസാരിക്കാൻ, തൻ്റെ വിരലൊന്ന് ചലിപ്പിച്ചാൽ മൈലുകൾക്കപ്പുറം ദിവസങ്ങളോളം യാത്ര ചെയ്ത് എത്താൻ കഴിയാവുന്ന ദൂരത്തിലാണെങ്കിലും അവരെ അടുത്ത് കാണാനും സംസാരിക്കാനും കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളേവരുമുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അവസരങ്ങളും ഉപകാരങ്ങളുമെല്ലാം സാമൂഹ്യ മാധ്യമങ്ങൾ പല നിലക്ക് നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. എന്ന് വേണ്ട നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രയാസം മറ്റുള്ളവർക്ക് അറിയിക്കാനും നമ്മളൊരാശയം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുമെല്ലാം ഈ ഒരു സംവിധാനത്തെ വളരെ പ്രാധാന്യത്തോടു കൂടി ഉപയോഗിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഏതൊരു കാര്യം നമുക്ക് ലഭിച്ചാലും ഒന്നില്ലെങ്കിൽ നമുക്ക് ഒരു അപകടമായി, അതല്ലെങ്കിൽ ഒരു തുണയായി അത് മാറാൻ സാധ്യതയുണ്ട് എന്ന് ഏതൊരു സംവിധാനത്തെയും എടുത്തു നോക്കിയാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നമുക്ക് നൽകിയത്? അതിലൂടെ എന്താണ് നമ്മൾ നേടിയെടുക്കേണ്ടത്? നമ്മളൊന്ന് വ്യക്തമായി മനസ്സിലാക്കിയാൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നുള്ളത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരുക്കി വച്ച സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നതാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോണും
മറ്റുള്ള ടാബ്ലറ്റുകളുമെല്ലാം അവനെ സംബന്ധിച്ചിടത്തോളം അത് സ്വർഗത്തിൻ്റെ വഴിയിൽ ഉപയോഗിക്കുമ്പോഴാണ് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചു എന്ന് പറയാൻ നമുക്ക് കഴിയുകയുള്ളൂ. നിങ്ങൾ പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ അപകടങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില മനുഷ്യന്മാർ ദീനിൽ നിന്ന് തന്നെ തെറ്റിപ്പോകാനുള്ള കാരണമായിക്കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ദീനിൽ നിന്ന് പുറത്തു പോയത്, നിരീശ്വരവാദിയായത്, ലിബറൽ ചിന്താഗതിക്കാരനായത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോ കണ്ടതുകൊണ്ടാണ് എന്നാണ്. അടുത്തൊരാളെക്കുറിച്ച് പറയണ്ടായി. അദ്ദേഹത്തെ രോഗിയായി കിടക്കുന്ന സന്ദർഭത്തിൽ സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ഒന്നും അത്ര നല്ല മനുഷ്യനല്ല എന്നതാണ്. ഇതെവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ എൻ്റെ ഈ രോഗമായ അവസ്ഥയിൽ കിടക്കുമ്പോൾ പല വീഡിയോസുകളും ഞാൻ കണ്ടു. അതിലൂടെയൊക്കെ സഞ്ചരിച്ചപ്പോൾ ഒരു വ്യക്തി, ഞാൻ പേരൊന്നും പറയണില്ല, അദ്ദേഹത്തിൻ്റെ വീഡിയോസെല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നി, നമ്മളെ ദീനെന്ന് പറഞ്ഞാൽ ആരൊക്കെയോ നമ്മളെ പറഞ്ഞ് പറ്റിച്ച കുറേ പുരാണങ്ങളാണ്, പഴംപുരാണങ്ങളാണ്, ഇതൊന്നുമല്ല, വേറെന്തൊക്കെയോ നമ്മളെ പഠിക്കാനുണ്ട്, അറിയാനുണ്ട് എന്ന് പറഞ്ഞ് സ്വഹാബികളെ വരെ ചീത്ത പറയുന്ന, അവരുടെ ശ്രേഷ്ഠത ഉയർത്തി കാണിക്കുന്ന അവസ്ഥയിലേക്ക് ആളുകൾ മാറുന്നുണ്ട്. എന്നു മാത്രമല്ല, റബ്ബുമായുള്ള ബന്ധം ഈ ഒരു ഉപയോഗത്തിലൂടെ, സോഷ്യൽ മീഡിയയുടെ വ്യാപനത്തിലൂടെ കുറഞ്ഞു വരികയാണ്. തിന്മകളുടെ ഏതേത് വാതിലുകളും അവിടെ തുറക്കപ്പെടുകയാണ്. ഒരു മനുഷ്യൻ സ്വകാര്യമായി ചെയ്തിരുന്ന, അല്ലെങ്കിൽ അറപ്പോടുകൂടി ചെയ്തിരുന്ന, വെറുപ്പോടുകൂടി ചെയ്തിരുന്ന കാര്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പരസ്യമാക്കി അത് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനം ലഭിക്കുന്ന രൂപത്തിലേക്കും ഭാവത്തിലേക്കുമെല്ലാം ഓരോ കാര്യങ്ങൾ ദിനേന മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആയുസ് എന്ന് പറയുന്ന അവൻ്റെ നിർണായകമായ അവൻ്റെ സമയത്തെ ഒരു ഉപകാരവുമില്ലാത്ത റീൽസുകളും ഷോർട്സുകളും കണ്ട്, അത് എത്ര പ്രായമുള്ളവരാണെങ്കിലും രാവിലെ ഫോണൊന്ന് തുറന്നിരുന്നാൽ പിന്നെ ആ ഫോണൊന്ന് എടുത്തു വെക്കണമെങ്കിൽ അവൻ്റെ നിയന്ത്രണത്തിലല്ല, അവനെ ആരെങ്കിലും ഒന്ന് നിയന്ത്രിക്കണം. അല്ലെങ്കിൽ അവനെ ഭക്ഷണത്തിന് വേണ്ടി, ചായക്ക് വേണ്ടി വിളിക്കുമ്പോൾ മാത്രമേ ഇതൊന്ന് വെച്ചു പോകാൻ അവന് മനസ്സ് വരുള്ളൂ. അതല്ലാത്ത എല്ലാ സമയങ്ങളിലും ഫോണുമായി കഴിച്ചു കൂട്ടുന്നവർ, പണ്ടൊക്കെ വലിയ പാപങ്ങളായി കണ്ടിരുന്ന ഹറാമുകൾ ഇന്ന് പാവമല്ലാതെയായി. അതൊക്കെ സാധാരണഗതിയിൽ നടക്കുന്നതാണ്. ഇപ്പോൾ പണ്ടൊരു ടി വി വീട്ടിലുണ്ട് വിചാരിക്കുക, ആ ടി വിയിൽ വാർത്തയാണ് കാണുന്നത്. ആ വാർത്ത വായിക്കുന്നത് ഒരു സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീയുടെ കഴുത്തും ആ സ്ത്രീയുടെ മുഖവും നോക്കാൻ മടിച്ചിരുന്ന, തലതാഴ്ത്തിയിരുന്നിരുന്ന പ്രായമുള്ള, ഈമാനുള്ള, നമസ്കാരത്തയമ്പുള്ള, അത്തരത്തിൽ ഈമാനികമായി മുന്നോട്ട് പോയ ആളുകൾ വരെ ഇന്ന് പ്രിയപ്പെട്ടവരെ തൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് ഇന്ന് വാർത്തകൾ വായിക്കുന്നതിനപ്പുറത്ത് ഓരോ റീൽസുകളും അല്ലെങ്കിൽ വ്ളോഗുകളും നമ്മൾ കാണുമ്പോൾ അർദ്ധനഗ്നകളായ സ്ത്രീകളുടെ ശരീരത്തെ ഒരു മടിയുമില്ലാതെ, ഇതൊന്നും ഒരു തെറ്റല്ല എന്ന രൂപത്തിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപവാദ പ്രചരണങ്ങൾ അത് പല വ്യക്തികളെക്കുറിച്ചും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ്. ചില ആളുകൾ പ്രത്യേകമായി അതിൻ്റെ പിന്നാലെ പോകുന്നവരാണ്, അന്വേഷിക്കുന്നവരാണ്. ചിന്ത രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്ന് ആരൊക്കെക്കുറിച്ച് എന്തെല്ലാം പ്രചരണങ്ങൾ നടക്കുമെന്നാണ്, അല്ലെങ്കിൽ ആ പ്രചരണങ്ങൾ എവിടെ എത്തിയെന്നാണ്, നാളെ എന്താകുമെന്നാണ്, ആ മനുഷ്യൻ്റെ ചാറ്റും ആ മനുഷ്യൻ്റെ വോയിസും പുറത്തു വന്നോ എന്ന് അന്വേഷിക്കുന്ന, അത് അന്വേഷിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമായി മാറി. എന്ന് മാത്രമല്ല, മനുഷ്യരുടെ സ്വകാര്യ ജീവിതം വളരെ മോശപ്പെട്ടതാണ്. ഒരു മനുഷ്യനൊരു ഫോണ് ചാർജ് ചെയ്ത് അത് അവിടുന്ന് ആരെങ്കിലും എടുക്കുമോ എന്ന പേടിയോടുകൂടി അവിടെ കാത്തിരിക്കേണ്ട അവസ്ഥ. പ്രത്യേകിച്ച് യുവാക്കളും കൗമാരക്കാരുമാണ് അത്തരം പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കുടുംബത്തിൻ്റെ തകർച്ച ഒന്നും രണ്ടുമല്ല. ഏതോ ഒരു ജില്ലയിൽ കിടക്കുന്ന പല വ്യക്തികളുമായി ബന്ധം സ്ഥാപിച്ച് അവസാനം സ്വന്തം വീട് വിട്ടിറങ്ങിപ്പോകുന്ന, ഇന്നേ വരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഒരിക്കൽ പോലും പരിചയമില്ലാത്ത, ഫോട്ടോ പോലും കണ്ട് പരിചയമില്ലാത്ത, പ്രായമറിയാത്ത, ഇതിനധികം സ്വന്തം സഹോദരിയെ പ്രേമിച്ച സഹോദരൻ യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അഥവാ രണ്ടാൾക്ക് രണ്ട് ഫേക്ക് അക്കൗണ്ടുകളുണ്ട്, സ്വന്തം പേരിലല്ല അക്കൗണ്ടുകൾ. അങ്ങനെ
സഹോദരനും സഹോദരിയും തമ്മിൽ പ്രേമത്തിലാണ്. അവസാനം ആ സഹോദരൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഈ കാര്യം പുറത്തറിഞ്ഞപ്പോൾ. സഹോദരങ്ങളെ, അത്തരത്തിൽ ബന്ധങ്ങളുടെ തകർച്ചയും കുടുംബബന്ധവും എല്ലാ അർത്ഥത്തിലും ഒരു മനുഷ്യന് നശിച്ചു പോകുന്ന രംഗം. ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ സഞ്ചരിച്ച് അതിൻ്റെ വഴികളിലൂടെ പോയി സമ്പാദ്യത്തിൻ്റെ മാർഗങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ, അത്തരത്തിലുള്ള ലോണുകളും കാര്യങ്ങളും ബോണസുകളും ഏറ്റെടുത്ത് അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ അങ്ങോട്ട് കൈമാറി ഇങ്ങോട്ടും കൈമാറി അവസാനം ഇതൊന്നും തിരിച്ചടക്കാനും കഴിയാതെ അവൻ്റെ ഫോട്ടോ വെച്ച് പല രൂപത്തിലും പല ഭാവത്തിലുമെല്ലാം വീഡിയോസുകൾ കാണിച്ച് പേടിപ്പിച്ച് ആ മനുഷ്യനെ അപകടപ്പെടുത്തുമെന്ന് പറഞ്ഞ് അവസാനം ഈ മനുഷ്യന് രക്ഷയില്ലാതെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന രംഗങ്ങൾ നമുക്ക് മുന്നിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഈ സോഷ്യൽ മീഡിയ അവനെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന് ഉറക്കം. നമ്മൾ കൗമാരക്കാരെക്കുറിച്ച് ആലോചിച്ച് നോക്കി, യൗവനത്തിലെ നമ്മുടെ ചെറുപ്പക്കാരെക്കുറിച്ച് ആലോചിച്ച് നോക്കി. അവരൊന്ന് ഫോണ് വെച്ച് ഉറങ്ങണമെങ്കിൽ അത് അവൻ മനഃപൂർവ്വമല്ല, മറിച്ച് ആ ഫോണ് അവസാനം ഉറങ്ങുമ്പോൾ നെഞ്ചിലേക്ക് വീണിട്ട് അങ്ങനെ ഫോണുമായൊരു ഉറക്കമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. അതേപോലെ തന്നെ മാനസികമായ സമ്മർദ്ദങ്ങളാണ്, ആകുലതകളാണ്, ഡിപ്രഷനുകളാണ്. ഫോണില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഒരു സ്ഥലത്ത് വെച്ചാൽ പ്രിയപ്പെട്ടവരൊന്നും വേണ്ട, നമ്മൾ സ്ഥലത്ത് ചെന്നിരുന്നാൽ വെറുതെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഫോൺ നോക്കും, വെറുതെ ഒന്ന് അതിൻ്റെ സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്ത് നോക്കും. എന്തിനാ? ഒരാവശ്യമില്ല, വെറുതെ. ഇങ്ങനെ അത്രത്തോളം മനുഷ്യൻ്റെ ജീവിതവുമായി അത് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. എന്നതിനധികം ഈ കാലഘട്ടത്തിലെ കുട്ടികളുടെ പഠനത്തിൻ്റെ കുറവിനെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ മാനസികമായ ശേഷി കുറഞ്ഞു എന്നാണ്. ഒരു കാര്യം കേട്ടിരിക്കാനുള്ള ശേഷി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 40 മിനിറ്റ് പീരീഡ് ഉണ്ടെങ്കിൽ, മദ്രസയിൽ അരമണിക്കൂർ പീരീഡ് ഉണ്ടെങ്കിൽ ആ പീരീഡിൽ അവർക്ക് ഇരിക്കാൻ അവരെ ഈ ഫോണ് സമ്മതിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അവർ ഫോണിൽ കാണുന്ന റീൽസുകൾ 30 സെക്കൻഡാണ്. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം 10 കാഴ്ചകൾ, വ്യത്യസ്തമായ കാഴ്ചകളിലൂടെയാണ് അവൻ കടന്നുപോയത്. ഇപ്പോൾ നമ്മളിങ്ങനെ സ്ക്രീൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ ആദ്യത്തെ ഒരു രംഗം വല്ല പട്ടിയുടെയോ പൂച്ചയുടെ ആണെങ്കിൽ രണ്ടാമത്തതൊരു കുടുംബജീവിതത്തിൻ്റെ രംഗമായിരിക്കും, മൂന്നാമത്തൊരു ഭക്ഷണത്തിൻ്റെ രംഗമായിരിക്കും, നാലാമത്തത് ഏതെങ്കിലും വേറൊരു സന്തോഷത്തിൻ്റെ രംഗമായിരിക്കും, അഞ്ചാമത്തത് അതിനേക്കാൾ വ്യത്യസ്തമായിരിക്കും. അവൻ്റെ മൈൻഡ് അല്ലെങ്കിൽ അവൻ്റെ ചിന്ത, അവൻ്റെ മനസ്സ് അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമായിപ്പോയി. ഇപ്പോൾ നമ്മുടെ ഒരു CRE ക്ലാസ്സിലേക്ക് ഒരു പിതാവ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ കൊടുന്നാക്കുമ്പോൾ അവൻ്റെ മകനെ കൊടുന്നാക്കുന്ന സമയത്ത് പറഞ്ഞത്, അവൻ ചിലപ്പോൾ നീറ്റു പോകും, നിങ്ങളൊന്ന് പിടിക്കണം എന്നാണ്. അപ്പോൾ എന്തേ കാരണം? അവനൊരു അരമണിക്കൂർ അവിടെ ഇരിക്കാൻ പറ്റില്ല. വലിയ പ്രശ്നമാണ്. ഫോൺ അഡിക്ഷൻ എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഇതിനധികം ചില മനുഷ്യന്മാർ എനിക്ക് അഡിക്ഷനൊന്നുമില്ല, പക്ഷേ അത് വെക്കാത്തൊരു നേരമില്ല എന്ന് പറയും, അല്ലേ? അതന്നെയാണ് അഡിക്ഷൻ. നമ്മളെ ഫോണിൽ തന്നെ സെറ്റിങ്സിൽ പോയാൽ ഇന്ന് എത്ര മണിക്കൂർ അത് തുറന്ന് ഇങ്ങനെ നോക്കി എന്നറിയാൻ നമുക്ക് വഴിയുണ്ട്. എത്ര മണിക്കൂർ നമ്മളിന്ന് ഫോൺ തുറന്ന് നോക്കിയെന്ന്, അല്ലേ? അപ്പോൾ സഹോദരങ്ങളെ, ആ രൂപത്തിലൊരു മനുഷ്യൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ശ്രദ്ധക്കുറവൻ്റെ ജോലിയെയും എല്ലാം ബാധിക്കുന്നു. കണ്ണിൻ്റെ രോഗങ്ങൾ, തലവേദനകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ മറ്റുള്ളവരെ നിരന്തരം താരതമ്യപ്പെടുത്തുക. ഓരോ വീഡിയോസ് കാണുമ്പോൾ എനിക്കതൊന്നുമില്ല, ഓരോ രംഗങ്ങൾ കാണുമ്പോൾ എനിക്കതൊന്നും കിട്ടണില്ല, ഓരോ വാഹനത്തിൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഇതെൻ്റെ വാഹനം, അത് പോരാ. കിട്ടിയതിൽ സംതൃപ്തിയില്ലാതെ സ്വന്തം കാര്യങ്ങൾ, അനുഗ്രഹങ്ങളെ തിരിച്ചറിയാതെ മനുഷ്യന്മാർ മുന്നോട്ട് പോകാൻ. അതേപോലെ തന്നെ സാമ്പത്തികമായ നഷ്ടങ്ങൾ. ഈ ഗെയിം കളിച്ചിട്ട് ഈ പാലക്കാട് ജില്ലയിലെ ഒരു അധ്യാപക ഫാമിലിയിൽ അവരുടെ 3 ലക്ഷമാണ് അവരുടെ കുട്ടി കൊണ്ടുപോയി കളഞ്ഞു. 3 ലക്ഷം രൂപ. ജോലി വാഗ്ദാനങ്ങൾ ഇതിലൂടെ നടന്നിട്ട് എന്തെല്ലാം നഷ്ടങ്ങളാണ് ഓരോരുത്തർക്കും സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ഞാനീ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇവിടെ പ്രശ്നമാണ്, അല്ലേ? ഇനി ഞാൻ പറയാത്ത കുറേ മേഖലകളുണ്ടാവും. ഇതൊക്കെ പ്രശ്നമാണ്. നമ്മളെ മക്കളുടെ ഗെയിം കളി, അതേപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിലെ ഫോൺ ഉപയോഗം, അതല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിങ്ങിലെ ഫോൺ ഉപയോഗം, ഇങ്ങനെ തുടങ്ങി ഫോണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ എണ്ണാൻ പറഞ്ഞാൽ നമുക്ക് 1ഉം 2ഉമല്ല, 20ഉം 30ഉമല്ല, ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് എഴുതാനുണ്ടാകും. എങ്കിൽ നമ്മൾ ആലോചിക്കുക, ഈ പ്രശ്നങ്ങളുടെ മരുമരുന്ന് എന്താണ്? അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? ഇതിനെങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മറുഭാഗത്ത് ഒരുപാട് നന്മകളും കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മറുഭാഗത്ത് ഇതിനേക്കാൾ നന്മകൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ തഖ്വയുമായി സോഷ്യൽ മീഡിയ നമ്മൾ ബന്ധിക്കുന്ന സമയത്ത് ഒന്നാമതായി തിരിച്ചറിയേണ്ട കാര്യം,
അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ 4 വാചകങ്ങളെ നമ്മളൊന്ന് ചുരുക്കി മനസ്സിലാക്കിയാൽ മതി. ഒന്ന്, തഖ്വയെക്കുറിച്ച് പറയുമ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അത്തഖ്വ ഹിയൽ ഖൗഫു മിനൽ ജലീൽ എന്നാണ്. അള്ളാഹുവിനെ ഭയപ്പെടുക. വൽ അമലു ബിത്തൻസീൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തന്നത് അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. വൽ ഖനാഅതു ബിൽ ഖലീൽ, എത്ര കുറച്ച് കിട്ടിയാലും തൃപ്തിപ്പെടുക. അതേപോലെ തന്നെ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീം, നാളെ പരലോകത്തിന് വേണ്ടി ഒരുങ്ങുക. ഇനി പ്രിയപ്പെട്ടവരെ, അലി റളിയല്ലാഹു അൻഹു തഖ്വയെ ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓരോന്നിലേക്ക് നമ്മൾ കടന്നു വന്നാൽ നമ്മുടെ ഫോണ് അത് കൃത്യമായി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ കാര്യമാണ്. എന്താണെന്നറിയോ? ഇത്തഖില്ല ഹൈസുമാ കുൻത, നീ എവിടെയാണെങ്കിലും അള്ളാഹനെ സൂക്ഷിക്കണം. നീ റൂമിൽ നിൻ്റെ ഫോണുമായി ഒറ്റയ്ക്കാണ്, നിൻ്റെ പുതപ്പിൻ്റെ ഉള്ളിൽ നീ നിൻ്റെ ഫോണുമായി ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ ഭർത്താവില്ലാത്ത വീടിൽ ആ ഭാര്യ അവളുടെ മൊബൈൽ ഫോണുമായി ഒറ്റയ്ക്കാണ്. പ്രവാസ ലോകത്ത് അവൻ ആരുമറിയാത്ത രാത്രികളിൽ അവൻ്റെ ഫോണുമായി ഒറ്റയ്ക്കാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ആ റബ്ബിനെ ഞാൻ സൂക്ഷിക്കണമെന്നുള്ളതാണ്. ഈ സൂക്ഷ്മത എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ നിയന്ത്രണങ്ങൾ വെക്കാൻ കഴിയുള്ളൂ. ഹറാമിൻ്റെ വഴികളിലേക്ക് നമുക്ക് പോകാതിരിക്കാൻ കഴിയുള്ളൂ. ഇന്ന് പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങൾ തകരുന്നതിന് മെസ്സേജിൻ്റെ പിന്നിലാണ്, അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ഫോണിൽ കണ്ട ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ ഫോട്ടോയുടെ വിഷയത്തിലാണ്. ഇതേപോലെ തന്നെയാണ് അവൻ്റെ ഫോണിൽ നിന്ന് പോയൊരു കോളും ആ കോളിലെ സെക്കൻഡുകളും മിനിറ്റുകളും പരിശോധിച്ച് സൂക്ഷ്മമായി തൻ്റെ ഭാര്യ അന്വേഷിച്ചിട്ട് അവസാനം ആ നമ്പറിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ അത് വല്ല സ്ത്രീയുടേതുമാണെങ്കിൽ അവിടെ കുടുംബം നഷ്ടപ്പെടുകയാണ്. ഇതിനധികം ഇന്ന് ചെറുപ്പക്കാരുടെ ഫോൺ നമ്മൾ അവനോടൊന്ന് കയ്യിലേക്കൊന്ന് വെച്ച് തരാൻ പറഞ്ഞാൽ ആരും തുറക്കാൻ കഴിയാത്ത പാറ്റേൺ പോയിട്ടിട്ടുണ്ടാകുക. എന്തേ കാരണം? ഇതൊരാൾക്ക് മുന്നിലും തുറക്കാൻ പറ്റാത്ത വണ്ണം എന്തോ ഒരു കാര്യം ഇതിന് ഉള്ളിലുണ്ട്. ഹൈഡ് ചെയ്ത് വെച്ച, ഒളിപ്പിച്ച് വെച്ച വീഡിയോസുകളുണ്ടാവും, രംഗങ്ങളുണ്ടാകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുൻഗാമികളോടും പറഞ്ഞ കാര്യമാണ്. നമ്മുടെ മുൻഗാമികളോട് എന്താണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞറിയോ? വലഖദ് വസ്സൈനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്, നിങ്ങളുടെ മുമ്പ് ഗ്രന്ഥം ലഭിച്ച ആളുകൾ അവർക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു വസിയ്യത്താണ് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന്. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരെ, ഈ നിയന്ത്രണങ്ങൾ എങ്ങനെ വെക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഒന്നാമതായി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തൊൽഖ് ബിൻ ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, പരീക്ഷണങ്ങളുടെ കാലഘട്ടത്തിൽ, ഫിത്നയുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ്റെ ഈമാൻ എങ്ങനെയായിരിക്കണം, തഖ്വ എങ്ങനെയായിരിക്കണം? അദ്ദേഹം പറഞ്ഞു, അൻ തഅമല ബിതാഅത്തില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് തർജു സവാബല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രമാണങ്ങളുടെ അഥവാ പ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് അള്ളാഹുവിനനുസരിക്കാം. എൻ്റെ വിരല് ഞാൻ ചലിപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്ന സമ്പാദ്യത്തിൽ നിന്ന് ഞാൻ റീചാർജ് ചെയ്ത് നെറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അല്ലാഹു എന്താണോ എന്നോട് പഠിപ്പിച്ചത്, ആ പഠിപ്പിച്ചത് എൻ്റെ ഫോൺ കൊണ്ട് ഞാൻ അന്വേഷിക്കൂ. എന്നിട്ട് എന്താ പറയുന്നറിയോ? വ അൻത തുറുക ബിമഅസിയത്തില്ലാഹ്, നീ വെടിയലാണ് തിന്മകളെ. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? അലാ നൂരിൻ മിനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നതാണ് തിന്മകൾ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇന്ന വഴികൾ നിങ്ങൾക്ക് അപകടമാണ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അപകടത്തിൻ്റെ വഴികളെ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് നീ ജീവിക്കലാണ് യഥാർത്ഥ തഖ്വ എന്ന് തൊൽഖ് ബിൻ ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകണം. മൊബൈൽ കയ്യിലെടുക്കുമ്പോൾ പടച്ചോൻ ഓർമ്മ വരണം. മനസ്സിലാവുണ്ടോ? എവിടെങ്കിലും ചെന്ന് ഒറ്റയ്ക്കിരിക്കുമ്പോൾ തൻ്റെ മൊബൈലിൽ ഇതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഒരു പരീക്ഷണത്തിൻ്റെ കാലഘട്ടങ്ങൾ ആലോചിക്കുക. നമ്മൾ ഖുർആൻ ഓതാൻ വേണ്ടി അതിൻ്റെ ആപ്പ് തുറന്നാൽ വരെ അതിൻ്റെ താഴത്തുണ്ടാവും അർദ്ധനഗ്നയായ സ്ത്രീകളുടെ പരസ്യങ്ങൾ, അല്ലേ? പിന്നെ അതിൽ നമ്മളിങ്ങനെ അമർത്തി പോകുമ്പോൾ പിന്നീട് അതിൽ നിന്ന് തിരിച്ചു കയറാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് മാറുകയാണ്. ഇവിടെയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അത്തഖി മുൽജമുൻ ലാ യഫ്അലു കുല്ല മാ യുരീദ്. തഖ്വയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു കയറുള്ള പോലെ മനുഷ്യന്മാരെ പോലെയാണ്. ഒരു കടിഞ്ഞാണുണ്ടാവും എപ്പോഴും അവനൊരു കടിഞ്ഞാണ് കൊണ്ട് ആരോ പിടിച്ചു വലിക്കാൻ അവൻ ഉദ്ദേശിക്കുന്നതൊന്നും അവന് ചെയ്യാൻ കഴിയില്ല.
അതിലേക്ക് പ്രിയപ്പെട്ടവരെ കൈകൊണ്ട് പോയാലും അവിടുന്ന് ആ മനുഷ്യൻ തിരിച്ചു മടങ്ങും. അല്ലെങ്കിൽ അത് കണ്ടാലും അവൻ്റെ കണ്ണ് അത് അടക്കാൻ അവന് പ്രചോദനമാകും. എന്തേ കാരണം? അവനൊരു കടിഞ്ഞാണുണ്ട്. ആർക്ക്? തഖ്വയുള്ള മനുഷ്യന്മാർക്ക് എന്ന് വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കാൻ. അപ്പോൾ ഒന്നാമത് വേണ്ടത് അള്ളാഹുവിനെക്കുറിച്ചുള്ള കൃത്യമായ പേടിയാണ്. ഇപ്പോൾ നമ്മളെ മക്കളെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കുന്നില്ല വിചാരിക്കുക. നമ്മളെ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നില്ല, ഓക്കെ, നമ്മൾ വീട്ടിൽ നിന്ന് പോയി, അവൻ ആ ഫോൺ എടുത്തിട്ട് വൃത്തികേടുകൾ കാണാതിരിക്കാനുള്ള മാർഗം എന്താ? അവിടെ നമ്മൾ ക്യാമറ വെക്കാറല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ കാണുന്നു, അറിയുന്നു, മനസ്സിലാക്കുന്നു, അത് രേഖപ്പെടുത്തുന്നു എന്ന് തൻ്റെ മക്കളെ ബോധ്യപ്പെടുത്തലാണ്, അത് പഠിപ്പിച്ചു കൊടുക്കലാണ്. ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ ബോധപൂർവം അവരിലേക്ക് കൊണ്ട് എത്തിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ആലോചിക്കുക, പിന്നെ ഈ ഗെയിം കളിക്കുന്നു എന്നത് എല്ലാവരുടെയും പരാതിയാണ്. ഗെയിം കളി എന്നുള്ളത് എല്ലാം പരാതിയാണ്. ഈ ഗെയിം കളിയിൽ എന്തുകൊണ്ട് നമ്മളെ മക്കൾ ഗെയിം കളിക്കുന്നു എന്നതിൻ്റെ ഉത്തരം എന്താ? എന്തുകൊണ്ട് കളിക്കുന്നു? അതിന് രണ്ട് കാരണം ഞാൻ ഒന്ന് പറയാം. എന്താ അറിയോ? അതിലൊന്ന്, ആ ഓരോ സ്റ്റേജും കഴിയുമ്പോൾ അവൻ അതിൽ പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. ഓരോ സ്റ്റേജും കഴിയുമ്പോൾ അവന് പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. അടുത്ത സ്റ്റേജിലേക്ക്, അടുത്ത സ്റ്റെപ്പിലേക്ക്. അതാണ് നമ്മൾ ഫോണ് അങ്ങോട്ട് താട്ടെന്ന് പറഞ്ഞത്, ഇതുകൂടി കഴിയട്ടെ എന്ന് പറയും അല്ലേ, ഇതും കൂടി കഴിഞ്ഞിട്ട് തരാം, ഒരു 5 മിനിറ്റ് എന്ന് പറയും. എന്താ കാരണം? അത് അവസാനത്തെ ഒരു ഫിനിഷിങ്ങിൻ്റെ പോയിന്റിലായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് എത്തുന്നു, അവൻ അഭിനന്ദനങ്ങൾ കിട്ടുന്നുണ്ട്. എന്ന് മാത്രമല്ല, അതിൽ കാണുന്ന കാഴ്ചകളെല്ലാം അവന് ഭംഗിയുള്ളതാണ്, നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. അവന് സ്റ്റെപ്പ് കഴിഞ്ഞാലോ ഒരു സ്റ്റേജ് കഴിഞ്ഞാലോ അവിടെ പടക്കം പൊട്ടിക്കലും കമ്പിത്തിരിയും പൂത്തിരിയൊക്കെ ഉണ്ടാവും അല്ലേ. അവന് ബോണസ് കൂടി കിട്ടും, സമ്മാനം കിട്ടുന്നുണ്ട്, പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മളെ മക്കൾ എന്നും ഗെയിമിന് അടിമയായിക്കൊണ്ട് മുന്നോട്ട് പോണത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ആ പ്രോത്സാഹനം നമ്മളെ കൊടുത്താൽ മതി. ഗെയിം കൊടുക്കുന്ന പ്രോത്സാഹനം നമ്മൾ കൊടുക്കുക, ഗെയിം കൊടുക്കുന്ന കാഴ്ചകൾ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുക. ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ വിഷയത്തെയും നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിൽ നമ്മുടെ ശ്രദ്ധയും നമ്മുടെ സൂക്ഷ്മതയും വേണം. അതുപോലെ തന്നെയാണ് നമ്മൾ മൊബൈൽ ഫോൺ എടുക്കുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് ആലോചിക്കണം. എന്താ ആലോചിക്കേണ്ടത്? നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ആയുസ് എന്നത് വളരെ വിലപ്പെട്ടതാണ്. ഒരു ഉദാഹരണത്തിന്, നമ്മൾ ആരെങ്കിലും ഫേസ്ബുക്കിന് ബില്ല് കൊടുക്കുന്നുണ്ടോ ഈ കൂട്ടത്തിൽ? ഇല്ല. ഇൻസ്റ്റഗ്രാമിന് ബില്ല് കൊടുക്കുന്നുണ്ടോ? ഇല്ല. യൂട്യൂബിന് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ വീട്ടിലെ കറണ്ടിന് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട് ഉപയോഗിക്കുന്നതിന്. അതേപോലെ തന്നെ വാട്ടറിൻ്റെ ബില്ല് നമ്മൾ അടക്കുന്നുണ്ട് ഉപയോഗിക്കുന്നതിന്. ഗ്യാസ് നമ്മൾ ഉപയോഗിക്കുന്നതിന് ബില്ല് കൊടുക്കുന്നുണ്ട്. എന്താ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സപ്പും യൂട്യൂബും ഒന്നും നമ്മളൊന്ന് പൈസ വാങ്ങാത്തത്? നമ്മളവിടെ സ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ സമയമാണ് അവരുടെ സമ്പാദ്യം. നമ്മൾ എത്ര സമയം അത് തുറന്നു വെക്കുന്നുണ്ടോ അതാണ് അവരുടെ സമ്പാദ്യം. ഇതിനധികം നമ്മളൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂറാണെങ്കിൽ ആ 1/2 മണിക്കൂറാണ് ഓരോ സമ്പാദ്യം. നമ്മുടെ സമയമാണ് ഓരോ സമ്പാദ്യം. ഒന്നുകൂടി എത്താകണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളെല്ലാവരുടെ കയ്യിലേക്കും എൻ്റെ ഒരു വീഡിയോ അയച്ചു തന്നിട്ട് ഞാൻ പറയാണ്, നിങ്ങളെല്ലാവരും എൻ്റെ ഒരു വീഡിയോ 1/2 മണിക്കൂർ കുത്തിയിരുന്ന് കാണുക. ഞാൻ ചിലപ്പോൾ യാത്ര പോകണതായിരിക്കും, ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കണതായിരിക്കും, അതേപോലെ തന്നെ ഞാൻ എൻ്റെ കുടുംബവുമായി നടക്കണതായിരിക്കും. എന്നിട്ട് നിങ്ങളിരുന്ന് കാണുക, 1/2 മണിക്കൂർ നിങ്ങളിരുന്ന് കാണുക. എൻ്റെ ബാങ്കിലേക്ക്, എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ കയറും, നിങ്ങളവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. നമ്മളെന്താ പറയുക? എന്നെ അങ്ങനെ പറ്റിച്ചിട്ട്, എന്നെ അങ്ങനെ ഇടങ്ങാറാക്കിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ സമയം കളഞ്ഞിട്ട് ഈ സമ്പാദിക്കണ്ട അല്ലേ, ഇക്കൊരു പ്രയോജനമില്ല, അനക്കാണ് പ്രയോജനം. ഇതാണ് യഥാർത്ഥത്തിൽ യൂട്യൂബിൽ നടക്കുന്നത്. നമ്മളെ ഈത്തുന്നു, അവർ പണം വാങ്ങുന്നു അല്ലേ. നമുക്കെന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല, നമുക്കൊന്നും കിട്ടില്ല. നമ്മളെ സമയം പോകും, നമ്മളെ ആയുസാണ് പോണത്. എങ്കിൽ നമ്മൾ ആയുസിനെ കുറിച്ച് ആലോചിച്ചേക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പരലോകത്ത് ഒരു അടിമയുടെ കാല് മുന്നോട്ട് ചലിപ്പിക്കണമെങ്കിൽ 4 ചോദ്യം ഉണ്ടാകുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട ചോദ്യം അൻ ഉംരിഹി, നിൻ്റെ പ്രായം, നിൻ്റെ വയസ്സ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന്. മനുഷ്യന്മാർ നഷ്ടത്തിലാകുന്ന 2 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞെന്താണ്? അസിഹത്തു വൽ ഫറാ, അവൻ്റെ ആരോഗ്യവും അവൻ്റെ ഒഴിവ് സമയവും. നമ്മൾ പറയാം സമയം കളയാൻ വേണ്ടിയിരിക്കുകയാണ്, അല്ലെങ്കിലോ ടൈം പാസിന് വേണ്ടിയിട്ട് നമ്മൾ ഫോൺ ഉപയോഗിക്കണമെന്നാണ്. സമയം കളയാനില്ല എന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദീന് നമ്മളെ പഠിപ്പിച്ചത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് തിരക്ക് വരുന്നതിൻ്റെ മുന്നേ നിങ്ങളുടെ ഒഴിവ് സമയത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാചകം നോക്കൂ നിങ്ങൾ. മാ നദിംതു അലാ ഷൈഇൻ നദമി അലാ യൗമിൻ ഗറബത് ഫീഹി ശംസുഹു നഖിസ ഫീഹി അജലി വലം യസ്ദദ് ഫീഹി അമലി.
ഒരു ദിവസം സൂര്യൻ അസ്തമിക്കാൻ അടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുക, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഖേദമുണ്ടാകുന്നൊരു ദിവസം എന്ന് പറഞ്ഞാൽ അന്ന് ഒരു നന്മയും പുതുതായി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നഷ്ടമുള്ള ദിവസങ്ങൾ എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഇന്നത്തൊരു ജീവിതത്തിൽ, ഇന്നത്തൊരു ദിവസത്തിൽ നമ്മൾ എന്ത് നന്മയാണ് ചെയ്തത്? അതല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമില്ലാത്ത എത്ര പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ സമയം വരെ കണ്ടതും കേട്ടതും അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചതും വന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇതിന് അടിമപ്പെട്ട മറ്റൊരു ആളുകളുടെ പ്രത്യേകത എന്ന് പറയുമോ, മനസ്സ് മൊത്തത്തിലാണ്. ഇപ്പോൾ വീഡിയോ സീരീസുകളുണ്ട്, പേരൊന്നും ഞാൻ പറയണില്ല. അതൊന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്തതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ആ ചാനൽ പോയി തുറന്നു നോക്കും, അത് വന്നിട്ടുണ്ടോ നോക്കും. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയത്തിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. അത് വന്നിട്ടുണ്ടോ എന്നൊക്കെ, പുതിയ വീഡിയോ വന്നിട്ടുണ്ടോ, ചിന്ത മൊത്തം അതിലാണ്. നമ്മൾ മുൻഗാമികൾ ചിന്തിച്ചെന്തില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ആ സമയങ്ങളിൽ ഒരു രംഗം നമുക്ക് ചരിത്രങ്ങൾ കാണാൻ കഴിയും. ഒരിക്കൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രയാസപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വന്ന് സലാം പറഞ്ഞു. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇത് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അദ്ദേഹം വേറെന്തോ ചിന്തയിലാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് ഈ കാര്യം പറഞ്ഞു. ഞാൻ ഉസ്മാനോട് സലാം പറഞ്ഞിട്ട് റളിയല്ലാഹു അൻഹു ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹം എന്നോട് മടക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ഈ കാര്യം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ്. കാരണം ഞാൻ വേറെ എന്തോ ഒരു ആലോചനയിലായിരുന്നു, ചിന്തയിലായിരുന്നു എന്ന് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു പറയുന്നുണ്ട്, തീർച്ചയായും ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞത് സത്യമായിരിക്കും. അദ്ദേഹം വെറുതെ കളവ് അറിയില്ല, അദ്ദേഹം പറഞ്ഞത് സത്യമായിരിക്കും. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ഇരുന്ന് ആലോചിച്ചിരുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറയണമെന്ന് അറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിൽ നിന്ന് വഫാത്തായിപ്പോയി. പക്ഷെ നമുക്ക് ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്ത് മാ നജാത്തു ഹാദൽ അംർ, ഈ ദീനിൻ്റെ കാര്യത്തിലെ വിജയം എന്താണ് എന്ന് നമുക്ക് ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന പ്രയാസം ഞാൻ അങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ആ സമയമാണ് ഉമർ റളിയല്ലാഹു അൻഹു വന്നതും സലാം പറഞ്ഞതും, അതുകൊണ്ടാണ് ഞാൻ അറിയാതെ പോയത് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ നിങ്ങൾ ആലോചിച്ചോക്കുക, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉസ്മാൻ അത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് വിജയമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, എൻ്റെ മൂത്താപ്പയോട് ഞാൻ പറഞ്ഞ കാര്യം അതെനിക്ക് തിരിച്ചു പറയാതിരുന്നു. അഥവാ മൂത്താപ്പനോട് എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാ പറഞ്ഞത് അല്ലേ? അത് പറയാതിരുന്നു, അത് പറയലായിരുന്നു വിജയം. അതുകൊണ്ട് അത് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് ഏറ്റവും വലിയ വിജയമെന്ന് അവിടെ പഠിപ്പിക്കുകയാണ്. ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ പോലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത് പരലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം എന്തായിരുന്നു എന്നാണ്. എന്നാൽ ഈ സോഷ്യൽ മീഡിയ നമ്മളെ കൊണ്ടെത്തിച്ചതോ അടുത്ത വീഡിയോ എന്തായിരിക്കും എന്നുള്ളതാണ്, അതെന്തായി എന്നുള്ളതാണ്, നാളെയുടെ വാർത്ത എന്താകുമെന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇങ്ങനെ നമ്മുടെ ചിന്തകളെയും നമ്മുടെ ബുദ്ധിയെയും നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ദീനിൽ നിന്ന് തെറ്റിക്കുന്ന രൂപത്തിലാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഒരു സെക്കൻഡ് ഉണ്ടെങ്കിൽ ആ സെക്കൻഡിന് പരലോകത്തും മറുപടി പറയേണ്ടതാണ്. അള്ളാഹു നാളെ ചോദിക്കുന്നതാണ്, നിങ്ങൾക്കിവിടെ വയസ്സ് കിട്ടിയില്ലേ, പ്രായം കിട്ടിയില്ലേ, സമയം കിട്ടിയില്ലേ എന്നാണ്. വിശുദ്ധ ഖുർആൻ പറയാൻ, യൗമ തഅതി കുല്ലു നഫ്സിൻ തുജാദിലു അൻ നഫ്സിഹാ വതുവഫാ കുല്ലു നഫ്സിൻ മാ അമിലത് വഹും ലാ യുദ്ലമൂൻ. അന്നേ ദിവസം ഓരോരുത്തരും സ്വന്തത്തിന് വേണ്ടി തർക്കിച്ചു വരും. ഭാര്യ, ഭർത്താക്കന്മാർ, മക്കൾ ആരും കൂടല്ലാത്ത സ്വന്തത്തിന് വേണ്ടി മാത്രം സംസാരിക്കും. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇമാം നാസറുദ്ദീൻ സഅദി റഹിമഹുല്ലാഹ് പറയാണ്, കുല്ലു യഖൂലു നഫ്സി നഫ്സി ലാ യുഹിമ്മുഹു സിവാ നഫ്സിഹി ഫഫീ ദാലികൽ യൗം യഫ്തകിറുൽ അബ്ദു ഇലാ ഹുസൂലി മിസ്കാലി ദർറത്തി മിനൽ ഖൈർ. അന്ന് ഒരു അണുമണി തൂക്കം നന്മക്ക് വേണ്ടിയിട്ട് മനുഷ്യർ നെട്ടോട്ടം ഓടുന്നതാണ്. ഒരു സെക്കൻഡിൽ ചെയ്ത ഒരു ചെറിയൊരു കർമ്മമുണ്ടെങ്കിൽ എനിക്ക് രക്ഷപ്പെടാമായിരുന്നു എന്ന് ആലോചിച്ച് മനുഷ്യർ നെട്ടോട്ടമോടും പരലോകത്ത് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സമയം ഏറ്റവും കൂടുതൽ ചെലവഴിക്കേണ്ടത് എന്ന് നമുക്കവിടെ ബോധ്യപ്പെടും. ഒരു ഹദീസ് നിങ്ങൾ ആലോചിക്കണം. എന്താ അറിയോ, റസൂലുള്ളാഹി പറയുന്നത്, പരലോകത്ത് ഒരു മനുഷ്യന് ദുനിയാവിൽ നന്മ ചെയ്താൽ വരെ അതും ഒന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നതാണ്. എങ്ങനെ? ഇവിടെ നന്മ ചെയ്ത് ജീവിച്ചാൽ വരെ പരലോകത്തെത്തിയാൽ അത് ഒന്നും ആയിട്ടില്ല, തികഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നതാണ്. ഏത് മനുഷ്യനെ കുറിച്ച് പറഞ്ഞെന്നറിയോ? ലൗ അന്ന റജുലൻ യുജറു അലാ വജ്ഹിഹി
മിൻ യൗമി വുലിദ ഇലാ യൗമി യമൂതു ഹറമൻ ലഹക്കറഹു യൗമൽ ഖിയാമ. ജനിച്ച അന്നു മുതൽ വാർദ്ധക്യത്തിലെത്തി മരിക്കുന്ന അന്ന് വരെ ഒരു സെക്കൻഡ് പോലും ഒഴിവില്ല. യുജറു അലാ വജ്ഹിഹി, ആ മനുഷ്യൻ്റെ മുഖം നിലത്ത് വലിച്ചടക്കപ്പെട്ടു. ഫീ മർളാത്തില്ല, അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്. ഒന്നുകൂടി പിറകിലേക്ക് ചെന്നിട്ട് ഞാൻ പറയാൻ, എങ്ങനെ ജനിച്ച അന്നു മുതൽ വാർദ്ധക്യത്തിലെത്തി മരിക്കുന്ന അന്ന് വരെ തൻ്റെ മുഖം നിലത്ത് വലിച്ചടക്കപ്പെട്ടു അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്, വേറൊരു കാര്യത്തിനുമല്ല. ഇതിൻ്റെ ചില റിവായത്തിൽ കാണാം ജനിച്ച അന്നു മുതൽ അവസാനം വരെ സുജൂദിൽ കിടന്നു എന്ന്. എന്നിട്ടോ ആ മനുഷ്യൻ പരലോകം കണ്ണിൽ കാണുമ്പോൾ ലഹക്കറഹു യൗമൽ ഖിയാമ, ആ ചെയ്തത് നിസാരമായി തോന്നുന്നതാണ്, ഒന്നുമല്ലാതെയായിട്ട് ആ മനുഷ്യന് തോന്നിപ്പോകുന്നതാണ്. അതാണ് പരലോകം. എങ്കിൽ സഹോദരങ്ങളെ, ഈ ഒരു ജീവിതം വെച്ചിട്ട്, ഈ ഒരു ആയുസ് വെച്ചിട്ട് നന്മകൾ ചെയ്താൽ വരെ പരലോകത്തിൻ്റെ ഭീകരത, ഭയാനത കാണുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് തോന്നുന്ന അവസ്ഥയാണെന്ന് പറയുമ്പോൾ, ഇന്ന് നന്മകൾക്ക് വേണ്ടിയല്ലാതെ ഇത്തരത്തിലുള്ള ഹറാമുകൾക്ക് വേണ്ടി ഒരു സമയം നമ്മൾ പ്രിയപ്പെട്ടവരെ ചെലവാക്കാൻ പാടില്ല എന്നതാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. ഒരു ഫോൺ എടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഞാൻ എന്തിനു വേണ്ടിയിട്ട് എടുക്കണത്. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടെങ്കിൽ നമ്മൾ ആലോചിക്കണം, എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ എന്തിനാണ് തുറന്നത്. ഇതല്ല, നമ്മൾ ഒന്ന് കഴിഞ്ഞ ഒന്നിൻ്റെ വഴി. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 വേളകളാണ്. ഒന്ന് നമസ്കാര ശേഷവും രാത്രിയും. ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ മുന്നേ ദിക്റുകളുണ്ട്, നമസ്കാര ശേഷം ദിക്റുകളുണ്ട്. പെട്ടെന്ന് നമ്മൾ അടിച്ചൊരു ഫോൺ എടുക്കുക, പിന്നെ നോക്കാൻ വേണ്ടി, മിസ് കോൾ നോക്കാൻ വേണ്ടി എടുത്തായിരിക്കും. പക്ഷെ അന്നോ ആ ദിക്റ് പിന്നെ ശൈത്താൻ കൊണ്ടുപോയിട്ടുണ്ടോ. ഉറങ്ങുന്ന സമയത്ത് നമ്മളൊന്ന് എന്തൊക്കെയാണ് മെസ്സേജ് എന്ന് നോക്കാൻ വേണ്ടി എടുത്തതായിരിക്കും. പക്ഷേ ആ മെസ്സേജ് നോക്കി 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 അവസാനം അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടോ, ദിക്റ് ചൊല്ലാൻ തൗഫീഖ് ഉണ്ടാവില്ല. ഇങ്ങനെ പിശാച് നമ്മളെ നന്മയിൽ നിന്ന് റാഞ്ചിയെടുക്കും. അതുകൊണ്ട് പണ്ഡിതന്മാർ ചോദിക്കാൻ, നാദാക റബ്ബുക ലിക്കാഇ ബിഖംസ ഫതഖൂലു യാ റബ്ബി ലസ്തു ബിയാതി. 5 നേരം പടച്ചോ നിന്നെ പള്ളിക്ക് വിളിച്ചു, പക്ഷെ നീ പറഞ്ഞു ഞാൻ റെഡിയല്ല. എന്നിട്ട് ചോദിക്കണം, നിൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ നീ എത്ര സമയം ചിലവഴിക്കുന്നുണ്ട്? ചാറ്റ് ചെയ്യാൻ, അല്ലെ, കോൾ ചെയ്യാൻ, ഇരിക്കാൻ. ഇന്നിപ്പോൾ കൂട്ടുകാരൻ, ഏറ്റവും വലിയ കൂട്ടുകാരൻ ഇന്ന് മൊബൈൽ ഫോണാണ്. അതിൻ്റെ കൂടെ എത്ര സമയം ചിലവഴിക്കുന്നുണ്ട്? എന്നിട്ട് ചോദിക്കണമെന്ന് അറിയോ, അതറാക ഹക്കൻ ഫിൽ ഹയാതി മുഖല്ലദ ഫലിമൽ ഖുബൂറു മസാകിനുൽ അംവാതി. നീ നിൻ്റെ ജീവിതം ഇവിടെ എന്നും കഴിച്ചു കൂട്ടാന്നാണ് വിചാരിക്കണത്? അല്ല. പിന്നെ എന്തിനാണ് മരിക്കുന്ന മനുഷ്യന്മാർക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബറുകൾ നിങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ചു തന്നിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഇവിടുന്ന് പോകേണ്ടി വരും, കൂട്ടുകാരുണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹ് വിളിച്ചാൽ ആ വിളി കേൾക്കണം എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, സമയത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. അതേപോലെ തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ സ്വകാര്യ ജീവിതം നമ്മൾ തെളിയിക്കേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ മുന്നിലാണ്. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ, ധാർമ്മിക വിഷയത്തിൽ ഒരു മനുഷ്യനിൽ സംഭവിക്കുന്ന അപജയങ്ങളിൽ ഏറ്റവും കൂടുതൽ രോഷമുള്ളത്, ദേഷ്യമുള്ളത് ആർക്കാണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിൽ അള്ളാഹു രോഷമുള്ളവനാണ് എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നാളെ പരലോകത്ത് ചില മനുഷ്യന്മാർ വരും. പലതവണ നമ്മൾ ഖുതുബയിൽ കേട്ട ഹദീസാണ്. തിഹാമ പർവ്വതത്തിന് സമാനമായ നന്മകൾ ചെയ്തിട്ടാണ് വരിക. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം തൂളികളാക്കി അത് പാറ്റി പറത്തിക്കളയുന്നതാണ്. അപ്പോൾ സ്വഹാബികൾ ചോദിക്കുന്ന, റസൂൽ അത് ആരാണ്? അല്ലേ? പ്രവാചകൻ പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വാനുക്കും, അവർ നിങ്ങളെപ്പോലെയുള്ള നിങ്ങളുടെ സഹോദരങ്ങളാണ്. വമിൻ ജിൽദത്തിക്കും യഖുദൂന മിനൽ ലൈലി കമാ തഖുദൂന വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാ ഇൻതഹഖുഹാ. നിങ്ങളെപ്പോലെ വസ്ത്രം ധരിച്ച, അല്ലെങ്കിൽ നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് മാത്രമല്ല, നിങ്ങൾ നമസ്കരിക്കുന്നത് പോലെ അവർ രാത്രി നമസ്കരിച്ചിരുന്നു. എന്നിട്ട് പറയണം എന്താ അറിയോ, അവരും ഒരു തെറ്റും തനിച്ചായപ്പോൾ അവരത് ആസ്വദിച്ചു, അത് യഥേഷ്ടം അവർ പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ പരലോകത്ത് വന്നിട്ട് നഷ്ടം സംഭവിക്കുന്ന ആളുകളായി മാറി. അതുകൊണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ കർമ്മം ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആ കർമ്മത്തെ സൂക്ഷിച്ചു വെക്കണം എന്നാണ്. 25 വയസ്സ് മുതൽ അല്ലെങ്കിൽ 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ചെയ്ത അവൻ്റെ 15 കൊല്ലത്തെ നന്മ, 25 കൊല്ലത്തെ നന്മ, അത് സൂക്ഷിച്ചു വെക്കാനുള്ള മാർഗം എന്താ? സ്വകാര്യതകളിൽ തെറ്റ് സംഭവിക്കാതിരിക്കുക. എന്നാൽ ഇന്നത്തെ മൊബൈൽ കൊണ്ടോ ഏറ്റവും കൂടുതൽ സ്വകാര്യതകളിലാണ് തെറ്റ് സംഭവിക്കുക. ഒരു പെണ്ണിനെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഫോൺ തുറക്കുമ്പോൾ ഒരു പെണ്ണിനെ കണ്ടാൽ ഒരു തവണയാണ് നമ്മോട് നോക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവകാശം നൽകിയത്. രണ്ടാമത് നിനക്ക് അർഹതയില്ല എന്ന് പഠിപ്പിച്ചു. ഇതിനധികം വ്യഭിചാരം എന്നുള്ളത് ഇന്ന്
കണ്ണുകൊണ്ടും കാതുകൊണ്ടും എല്ലാ അർത്ഥത്തിലും നടക്കുന്നതാണ് മൊബൈൽ സംവിധാനങ്ങൾ. അന്യ സ്ത്രീകളുമായി ചാറ്റ് ചെയ്യാൻ. ഒരു ഉദാഹരണത്തിന് പ്രിയപ്പെട്ടവർ നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു പെണ്ണുമാണ് ഒരു റൂമിലാകരുത് അല്ലെങ്കിൽ തനിച്ചാകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിപ്പോൾ ചാറ്റ് ബോക്സിലാണെങ്കിലും അത് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും നമുക്ക് അർഹതയില്ലാത്തൊരു പെണ്ണുമായി സംസാരിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഈമാൻ അവിടെ നഷ്ടപ്പെടും എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം മൂന്നാമത് അവിടെ ശൈത്താൻ ഉണ്ടാകും. അതുകൊണ്ടല്ലേ എത്രയെത്ര നല്ല മനുഷ്യന്മാർ, ഒരിക്കലും നമ്മൾ ആലോചിക്കാത്ത വിചാരിക്കാത്ത മനുഷ്യന്മാർ, അവർ തിന്മയിലേക്ക് എന്തുകൊണ്ട് അകപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഇതേപോലെ ഈ പിശാചിനെ ശത്രുവായി കണ്ടില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത് ഇന്നല്ലാഹ കതബ അലാ ഇബ്നി ആദമ ഹല്ലഹു മിന സിന, വ്യഭിചാരത്തിൻ്റെ ഓഹരി അതെല്ലാവർക്കും പങ്ക് നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ സംശയമല്ല എന്നാണ്, ലാ മഹാല, അതിൽ സംശയമല്ല. അത് കണ്ണിൻ്റെ വ്യഭിചാരം അത് നോട്ടമാണെന്ന് പറഞ്ഞു, നാവിൻ്റെ വ്യഭിചാരം അത് സംസാരമാണ് എന്ന് പറഞ്ഞു. അശ്ലീല കമൻ്റ് ഇടുക അല്ലേ, അവിടെ ശരീരത്തെ വർണ്ണിക്കുക, എന്ത് മെസ്സേജ് അയക്കുമ്പോഴും അതിലേക്കൊരു തോണ്ടൽ, അതിലേക്കൊരു കുത്തൽ, അങ്ങനെ ചോദിക്കുന്ന പറയുന്ന മെസ്സേജ് അയക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ അത് കണ്ടാസ്വദിക്കുന്ന ആളുകൾ. ഇപ്പം നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലൊരു പ്രയാസമാണ്, ഈ പ്രായം ചെന്ന മനുഷ്യന്മാർ ഇതൊന്നും ആ കാലഘട്ടത്തിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം മൊബൈലും എല്ലാം കിട്ടിയപ്പോൾ അവരിത്തരത്തിൽ വൃത്തികേടുകളുടെ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരാൾ വീട് മാറി താമസിച്ചു. അതിൻ്റെ കാരണം നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെ മക്കൾ വളരുന്നുണ്ട്, ഉപ്പനോട് എത്ര പറഞ്ഞാലും ഇതൊന്നും ഒഴിവാക്കില്ല, അതുകൊണ്ട് മക്കളും പോയിട്ട് ഇത് കാണുകയാണ്, അതുകൊണ്ട് ഞാൻ വീട് മാറി താമസിക്കേണ്ട അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ്. അത് കണ്ണിൻ്റെ വ്യഭിചാരമാണെന്നാണ് പറഞ്ഞത്. സിനിമ കാണുക, സീരിയസുകൾ കാണുക, വീഡിയോസുകൾ കാണുക, അന്യപ്പെട്ടിൻ്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്ന അത്തരം രംഗങ്ങൾ കാണുക, അത് കണ്ണിൻ്റെ വ്യഭിചാരമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിൻ്റെ ഓഹരി നാളെ പരലോകത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. എന്ന് മാത്രമല്ല, നമ്മളിങ്ങനെ മെസ്സേജ് അയച്ച് ടൈപ്പ് ചെയ്യുന്നതോ അത് നമ്മുടെ വാചകങ്ങളാണ്, നമ്മുടെ വാക്കുകളാണ്. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ആ ആയത്തിനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കണം എന്നറിയോ? അകൽതു ശരിബ്തു ദഹബ്തു ജിഅ്തു റഅയ്തു, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ തിന്നു, ഞാൻ കുടിച്ചു, പോയി, വന്നു, കണ്ടു എന്നീ വാക്കുകൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ അയച്ച ഓരോ മെസ്സേജുകൾ, നമ്മൾ അയച്ച ഓരോ കമൻറ്റുകൾ, നമ്മൾ ഷെയർ ചെയ്ത ഓരോ വരികൾ, പ്രിയപ്പെട്ടവരെ അത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്ന് സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും നമുക്ക് കഴിയണം. എന്ന് മാത്രമല്ല, സ്വകാര്യ ജീവിതം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം എന്നറിയോ? ഊസീക ബിതഖ്വല്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഫീ സിർരി അംരിക വ അലാനിയതിഹി, നിൻ്റെ രഹസ്യത്തിലും നിൻ്റെ പരസ്യത്തിലും നീ പടച്ചോനെ സൂക്ഷിക്കണം. പരസ്യം നന്നാക്കാൻ ഒരു പണിയില്ല, പക്ഷേ രഹസ്യം നന്നാക്കാനാണ് ഏറ്റവും വലിയ പ്രയാസമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതിനധികം പണ്ഡിതന്മാർ പറയാൻ ഇദാ കാനത്ത് സരീറത്തു അഫ്ളല മിൻ അലാനിയ വദാലികൽ ഫളൽ, രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെയായാൽ അതാണ് നീതി. രണ്ട് മുഖം പാടില്ല. സോഷ്യൽ മീഡിയയിൽ ഒരു മുഖം, പുറത്തിറങ്ങിയ വേറൊരു മുഖം, അത് പറ്റൂല. രണ്ടും ഒരുപോലെയാകലാണ് നീതി. വഇദാ കാനത്തിൽ അലാനിയത്തു അഫ്ളല മിൻ സരീരത്തി ഫദാലികൽ ജൗർ വഹാദൽ ദുൽം. എന്താ പറയുന്നറിയോ? രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തേക്കാൾ ശ്രേഷ്ഠകരമായാൽ അതാണ് ഏറ്റവും മഹത്വം. ഒരു മനുഷ്യൻ്റെ പരസ്യ ജീവിതം വലിയ ശരിയൊന്നല്ല, പക്ഷെ ആ മനുഷ്യൻ റബ്ബുമായുള്ള ബന്ധം, ആ രഹസ്യ ജീവിതം അത് വളരെ മാന്യമാണെങ്കിൽ അത് ഏറ്റവും മഹത്വമുള്ളതാണ്. എന്നാൽ ഈ വാചകമാണ് ശ്രദ്ധിക്കേണ്ടത്, പരസ്യ ജീവിതം രഹസ്യ ജീവിതത്തേക്കാൾ ശ്രേഷ്ഠമാണെങ്കിൽ അത് ഏറ്റവും വലിയ അക്രമമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ഇമാം സഹ്നൂൻ റഹിമഹുല്ല പറയാണ്, ഇയ്യാക അൻ തകൂന അദുവ്വൻ ലിൽ ഇബ്ലീസ്, പരസ്യ ജീവിതത്തിൽ നീ പറയാണ് എന്ത്? ഇബ്ലീസ് തൻ്റെ ശത്രുവാണ് എന്ന് പറയുന്നു. പക്ഷേ ഫി അലാനിയത്തിഹി സ്വദീഖൻ ലഹു ഫി സിർരിഹി, രഹസ്യ ജീവിതത്തിൽ നീ അവൻ എന്താക്കുന്നു? അവനെ കൂട്ടുകാരനായി സ്വീകരിക്കുന്നു. പരസ്യ ജീവിതത്തിൽ പിശാച് അവൻ്റെ ശത്രുവാൻ, രഹസ്യ ജീവിതത്തിലോ അവൻ്റെ കൂട്ടുകാരൻ ശൈത്വാനാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇബ്നു അറബി റഹിമഹുല്ല പറയുണ്ടായി, ജനങ്ങളുടെ മുമ്പിൽ അവൻ്റെ സൽക്രമങ്ങളാണ് അവൻ വെളിവാക്കിയത്. നമ്മൾ നമസ്കരിക്കുമ്പോൾ ജനങ്ങളാണ് കണ്ടത് അല്ലേ? നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോൾ ജനങ്ങളാണ് കണ്ടത്. അതുകൊണ്ടൊരു മനുഷ്യൻ്റെ പരസ്യ ജീവിതം ജനങ്ങൾ കണ്ടു. എന്നാൽ അവൻ്റെ കണ്ട നാടിയേക്കാൾ അടുത്തവനാകുന്ന റബ്ബിൻ്റെ മുന്നിൽ അവൻ വൃത്തികേടുകളാണ് പ്രവർത്തിച്ചത് എന്നാണ്. വൃത്തികേടുകൾ പ്രവർത്തിച്ചു. ആരുടെ മുന്നിൽ? അള്ളാഹുവിൻ്റെ മുന്നിൽ. ജനങ്ങളത് കണ്ടില്ല. കണ്ട നാടിയേക്കാൾ അടുത്ത റബ്ബ് കണ്ടതെന്താണ്?
ഇതാ ഈ മനുഷ്യൻ രഹസ്യത്തിൽ ആ റബ്ബിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കാതെ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പിശാചിൻ്റെ കുതന്ത്രങ്ങൾ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ മുഖം നശിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മാന്യത, നമ്മുടെ അഭിമാനം നഷ്ടപ്പെടുത്തുക എന്നുള്ളത് യഥാർത്ഥത്തിൽ പിശാചിൻ്റെ കെണിയാണ്. എന്ന് മാത്രമല്ല, മനുഷ്യൻ്റെ കുടുംബജീവിതം തകരുക, അതിലേറ്റവും വലിയ പ്രയത്നമെടുക്കുന്നത് ആരാണ്? അത് ശൈത്വാനാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് ഇതേപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ നമ്മുടെ നഫ്സിനെ, അതേപോലെ തന്നെ നമ്മുടെ ദേഹേച്ഛകളെ അങ്ങേയറ്റം സ്വാധീനിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്ന വിഷയത്തിൽ നിന്ന് നമ്മുടെ ചിന്തകളെ വളരെ പെട്ടെന്ന് മാറ്റും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് രാവിലെയും വൈകുന്നേരവും നമ്മോട് നിർവഹിക്കാൻ പറഞ്ഞ അദ്കാറുകൾ, ദിക്റുകൾ, അത് മൊബൈൽ ഫോൺ എടുത്ത് നിർവഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഒരു 10 മിനിറ്റ്, ഇപ്പോൾ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് കൊണ്ട് ഷുഗർ കുറക്കാം ദിവസേന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അത് തുറന്നു നോക്കാത്ത ആരും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ശരീരത്തിൻ്റെ 2 ഭാഗത്തെയും കുഴപ്പ് കുറക്കാൻ ഒരു 5 മിനിറ്റ് ഈ കാര്യം നിങ്ങളൊന്ന് കേട്ട് അതൊന്ന് എല്ലാ ദിവസവും ഒരു 3 മിനിറ്റ് ചെയ്താൽ മതി എന്നൊരു ഹെഡിങ് കണ്ടാൽ തുറന്നു നോക്കാത്ത ആരും ഉണ്ടാവില്ല. കാരണം അവർ അങ്ങനെയാണ് ഹെഡിങ് കൊടുക്കുക, അല്ലേ? ഇപ്പോൾ അവിടെയും പിന്നെ ഈ യൂട്യൂബിൻ്റെ ആളുകളുടെ ഹെഡിങ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ അതിലേക്കൊന്ന് തോണ്ടി അല്ലെങ്കിൽ തുറന്ന് നോക്കാൻ പ്രേരകമാക്കുന്ന ഹെഡിങ് ആയിരിക്കും. അവനും അവളും അവിടെ ചെന്നപ്പോൾ സംഭവിച്ചത്, അപ്പോൾ അത് കാണാൻ ആഗ്രഹം ഉണ്ടാവും, അല്ലേ? അല്ലെങ്കിൽ ഈ വഴിയിലൂടെ പോയാൽ നിങ്ങൾ കയറേണ്ടത്, അപ്പോൾ ഏതാ വഴി, എവിടെ കയറേണ്ടത്, പിന്നെ ഹോട്ടലാവും, അല്ലേ? അപ്പോൾ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തിനധികം നമ്മളൊരു ടൂർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, ഒരു യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആദ്യം എടുക്കുക യൂട്യൂബാണ്. എന്നിട്ട് ഏറ്റവും ലോങ്ങുള്ള സ്ഥലം, ഏറ്റവും ആളുകൾ പോയ സ്ഥലം അത് നമ്മൾ പരിശോധിക്കാം. ഒരു ഭക്ഷണം കഴിക്കുന്ന ഇടത്ത് തന്നെ നമ്മൾ ആലോചിക്കാം. നമ്മുടെ നാട്ടിലെ ഹോട്ടൽ പരിശോധിക്കുക യൂട്യൂബിലായിരിക്കും, എവിടെയാണ് നല്ല ഭക്ഷണം ഉണ്ടാവുക. അവൻ ഭക്ഷണം കഴിച്ചത് ഫ്രീ ആയിട്ടായിരിക്കും അവിടുന്ന്. ആ ഫ്രീ ആയി കിട്ടിയ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവൻ 4 ഡയലോഗ് പറഞ്ഞതായിരിക്കും. കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ അവർ പറയും മസ്റ്റ് ട്രൈ ആണ്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് കഴിച്ചിരിക്കണം എന്ന് അറിയും, അല്ലേ? അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പിന്നെ ചില മനുഷ്യന്മാർ മലപ്പുറത്തുനിന്നും പാലക്കാട് നിന്ന് തൃശ്ശൂരിൽ നിന്നൊക്കെ ചിലർ പോണ്ടിച്ചേരിക്ക് ചായ കുടിക്കാൻ പോയിട്ടുണ്ട്. രാത്രി ബൈക്ക് എടുത്തിട്ട് ചായ കുടിക്കാൻ. ആരത് കൊണ്ടുപോകണത്? സോഷ്യൽ മീഡിയ കൊണ്ടുപോകണത്. അതേപോലെ തന്നെ ഈ ഗെയിമുകളുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒറ്റപ്പാലം ഭാഗത്ത്, പാലക്കാട് ജില്ല ഒറ്റപ്പാലം ഭാഗത്ത് ഒരു ചെറുപ്പക്കാരന് രാത്രി കിട്ടിയൊരു ടാസ്ക് എന്താ അറിയോ? അവൻ്റെ വണ്ടി കൊണ്ട് എന്ത് ചെയ്യണം, അവന് 1000-2000 കിലോമീറ്റർ ഓടിയിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു കൊടുക്കണം. വണ്ടി സ്റ്റാർട്ട് ചെയ്യണ സമയവും അതുപോലെ തന്നെ മീറ്റർ എന്ത് ചെയ്യണം, ഫോട്ടോ എടുത്തിട്ട് അതിൽ അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് അടുത്തൊരു സമയം 12 മണിക്കൂർ കൊടുത്തിട്ടുണ്ട്. ആ 12 മണിക്കൂറിനുള്ളിൽ 1000 ചില്ലാനം കിലോമീറ്റർ എന്ത് ചെയ്യണം, അവൻ ഓടിയിട്ട് തിരിച്ചു വന്നിട്ട് അതും അപ്ലോഡ് ചെയ്താൽ അവൻ അടുത്ത സ്റ്റേജിലേക്ക് പോകാം. ഈ പാതിരാത്രി കിട്ടിയ ഈ പിന്നെ ടാസ്ക് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഗെയിം ആയതുകൊണ്ട് വേറെ ആരോടും ചോദിക്കാനില്ല, പറയാനില്ല. അവൻ്റെ പിന്നെ പേഷ്യൻ്റെ ബൈക്ക് കൊടുത്തിട്ട് പോയതാണ് ബാംഗ്ലൂരിലേക്ക്. അവിടെയൊക്കെ കറങ്ങി വന്നാലാണ് ഈ ഇവർ പറഞ്ഞ പിന്നെ കിലോമീറ്റർ ആകുള്ളൂ. അവസാനം വഴിയിൽ ആ ബൈക്ക് അപകടത്തിൽ പെട്ട് മരണപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു മനുഷ്യനെ കൊല്ലുന്ന എന്താണ് ഈ സോഷ്യൽ മീഡിയ, മനസ്സിലാവുണ്ടോ? അപ്പോൾ സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു ഇതിനധികം നമ്മളെ കുട്ടികളുടെ കയ്യിലേക്ക് നമ്മളൊരു പേപ്പർ കൊടുത്തിട്ടേ എങ്ങനെയാകണം കല്യാണം എന്ന് ചോദിച്ചു നോക്കാം. അവരാദ്യം പറയാം എന്താ, നിക്കാഹ് വേണമെന്നല്ല പറയാ, നിക്കാഹ് വേണമെന്നല്ല പറയാ, കല്യാണത്തിന് പാട്ട് വേണം, തലേ ദിവസം ഇന്നത് വേണം, മൈലാഞ്ചി കല്യാണം വേണം, മറ്റേത് വേണം, മറിച്ചത് വേണം. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയത്? സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയതാണ്, അല്ലേ? ആരെങ്കിലും ഒരാൾ ചെയ്യും, പിന്നെ അതെല്ലാവരും കൂടി ഏറ്റെടുക്കും. ഈ സുന്നത്ത് കല്യാണം രഹസ്യമായിട്ടൊക്കെ ചെയ്തിരുന്ന ഒരു കാര്യമാണ് സുന്നത്ത് കല്യാണം. അതിപ്പോൾ ഒന്ന് വ്ളോഗാണ്, അത് റീൽസാണ്. സ്വന്തം ഭാര്യയുമായി സ്വകാര്യ രംഗങ്ങൾ വരെ ഇന്ന് നാട്ടുകാർക്ക് മുന്നിൽ പരസ്യപ്പെടുത്താണ്. 7ാമത്തെ മാസത്തിൽ നമുക്ക് കാണാം സോഷ്യൽ മീഡിയ തുറന്നാൽ വയറിങ്ങനെ പിന്നെ ശരീരത്തിൻ്റെ വസ്ത്രം ശരീരത്തിലിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അവൻ മുട്ടുകുത്തി നിന്ന് ആ വയറും പിന്നെ ചുംബനം കൊടുത്തിട്ട് അതെല്ലാവർക്കും ഫോട്ടോ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കാണുന്നവനോ, ഇത് ഞാൻ ചെയ്താൽ എന്താവുള്ളൂ, ഞാനും നല്ലൊരു ഭർത്താവാകുള്ളൂ എന്ന് വിചാരിച്ച് ഇവനത് ചെയ്യും. അപ്പോൾ എല്ലാം പ്രകടിപ്പിക്കുക എന്ന് മാത്രമല്ല, ഇപ്പോൾ തക്കവയുടെ കാര്യം ഞാൻ പറഞ്ഞു, കിട്ടിയതിൽ തൃപ്തി ഉണ്ടാകണം. ഇന്നോ ആർക്കും കിട്ടിയതിൽ തൃപ്തിയില്ല. കാരണം എന്താ, അതിനേക്കാൾ നല്ല കാഴ്ചകൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മളെ വീട്ടിലത്തെ ഭക്ഷണം എന്താ നമ്മളെ കുട്ടികൾക്ക് പറ്റാത്തതെന്ന് വെച്ചാൽ, അവർ ഈ ആവി പറക്കുന്നതും അതുപോലെ തന്നെ എല്ലിൽ നിന്ന് ഉതിർന്ന് വീഴുന്ന നല്ല പുക പോകുന്ന ഭക്ഷണമൊക്കെയാണ് ഒരു കാണുന്നത്.
അപ്പോൾ നമ്മളെ ഈ മീൻ കൂട്ടാനും ചോറൊന്നും ആർക്ക് വേണ്ട, നമ്മളെ കുട്ടികൾക്ക് വേണ്ട. കാരണം അവർ ഫുള്ള് കാഴ്ചതാണ്. മനസ്സിലാവുണ്ടോ? കാഴ്ചയിൽ നിന്നാണ് നമ്മളെ മക്കളെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റീൽസുകൾ എന്ന് പറഞ്ഞാൽ അത് 30 സെക്കൻഡ് കൊണ്ട് അവൻ്റെ മനസ്സിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന ഭയങ്കര വിഷമാണത്. സ്ക്രോള് എന്ന് പറയണത് ആധുനിക കാലഘട്ടത്തിൽ സ്മോക്കിംഗ് ആണ് എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അതിങ്ങനെ വലിച്ചിങ്ങനെ വിടണ പോലെയാണത് ഈ സ്ക്രോളിങ് ഇങ്ങനെ പോണത്. മനസ്സിലുണ്ടോ? അത് അവൻ്റെ കണ്ണിന് കേടാണ്, അവൻ്റെ മനസ്സിന് കേടാണ്, അവൻ്റെ മൈൻഡ് സെറ്റിന് വരെ അത് കേട് സംഭവിക്കും. ഒന്ന് കരച്ചിലാണെങ്കിൽ അടുത്തത് ചിരിയാവും. അപ്പോൾ അവൻ അതിനനുസരിച്ച് മാറും. പിന്നെ ഒരു വികാരമില്ലാത്ത ആളായി മാറും. പിന്നെ എന്താ കണ്ട് തന്നെ ബോധ്യം ഉണ്ടാവില്ല. പിന്നെ മുകളിൽ നിന്ന് താഴത്തേക്ക് തോണ്ടലാണ്. എന്താ എത്ര നേരം എന്താ കണ്ടതെന്നൊരു ബോധ്യം ഉണ്ടാവില്ല, ഒരു ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ കൊണ്ടുപോവുകയാണ് നമ്മളെ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഒരു കല്യാണത്തിൻ്റെ വിഷയത്തിൽ വരെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയയിലുള്ളത് ചെയ്യണം എന്നാണ് പറയാം, അല്ലേ? ഇതേപോലെ നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മളെ കുട്ടികളോട് എന്താ ഒരു സാധനം വേണ്ടെന്ന് വെച്ചാലോ അവരാദ്യം പോകുക ഏതെങ്കിലും ഒരു ആപ്പിലേക്കായിരിക്കും. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഓഫർ വരുമ്പോൾ പറയും നിങ്ങൾക്ക് ഏറ്റവും നല്ല ലാഭം എന്താണ്, അത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്യലാണെന്നാണ്. ലാഭത്തിന് സാധനം ഉണ്ട്, ഓഫറാണെന്ന് പറഞ്ഞാൽ ഒരാൾ എഴുതിയതാണെന്ത് ഏറ്റവും വലിയ ലാഭം എന്താണ്, അത് തൽക്കാലം ആ 15 ദിവസം അത് ഇൻസ്റ്റാൾ ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്ത് അത് ഒഴിവാക്കി വെക്കലാണ് ഏറ്റവും വലിയ ലാഭം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. ഒരു കട വീടിനമ്പുറത്തൊരു സാധുവായ മനുഷ്യൻ കച്ചവടം ചെയ്യുന്നുണ്ടാവും, അല്ലേ? അവിടെയും അച്ചാറിന് 30 രൂപയാണെങ്കിലും 50 രൂപയാണെങ്കിലും അത് ഈ മീഡിയ വഴി മാത്രമേ വാങ്ങുള്ളൂ. ആ മനുഷ്യനൊരു സഹായം കൂടിയാണെന്ന് ചിന്തിക്കില്ല. അരി വരെ എങ്ങനെയാണ് ഓൺലൈൻ വഴിയാണ് വരുന്നത്, പച്ചക്കറി എങ്ങനെയാണ് ഓൺലൈൻ വഴിയാണ് വരുന്നത്, ഇതിനധികം വസ്ത്രം എങ്ങനെയാണ്. നമ്മൾ ഈ പ്രളയത്തിൻ്റെ കാലഘട്ടങ്ങളിൽ, പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങളിൽ എല്ലാവരും കൈനീട്ടി ചെന്നത് ആർക്കിലേക്കാണ്? ഈ കടയുടെ ആളുകളിലേക്കാണ്, അല്ലേ? അന്ന് ഈ കുത്തക മുതലാളിമാർ ആരും ഉണ്ടായിരുന്നില്ല, ആരും സഹായിക്കാണ്ടായിരുന്നില്ല. ഈ സാധുക്കളായ മനുഷ്യന്മാരാണ് പല നിലക്കുള്ള സഹായങ്ങൾ ചെയ്തു വന്നത്. നമ്മൾ സഹായിച്ചിട്ടുണ്ട്, അല്ലേ? എന്നാൽ അത് കഴിഞ്ഞാലോ നമുക്ക് ഈ ഫോൺ മതി, അതിൽ വരുന്ന പരസ്യങ്ങൾ മതി, അതിൽ വരുന്ന കാഴ്ചകൾ മതി. ഇതിൻ്റെ അൽഗോരിതം എത്രത്തോളം ഉണ്ട്? ഇപ്പോൾ നിങ്ങൾ നെറ്റ് ഓണാക്കിയിട്ട് ഒരു ഫാന് മേടിക്കണം എന്ന് പറഞ്ഞു നോക്കി, പിന്നെ നിങ്ങൾ തുറന്ന ഒരു ഫാന് കാണാം. നിങ്ങൾ യൂട്യൂബ് തുറന്നാലും ഫാൻ കാണാം, ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഫാൻ കാണാം. മനസ്സിലുണ്ടോ? നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് ആറ്റംബർഗിൻ്റെ ഫാനാണ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കി, ആ പരസ്യങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഫേസ്ബുക്ക് തുറന്നാൽ അവിടെ കാണാം ആറ്റംബർഗ്, ഇൻസ്റ്റാഗ്രാമും തുറന്ന് നോക്കി അവിടെയും കാണാം, ഇനി വേറെ വല്ല ആപ്പ് ഉണ്ടെങ്കിൽ അവിടെയും കാണാം. വേറെ ഒരു അൽഗോരിതമാണ്. നമുക്ക് എന്താ ആവശ്യമുള്ളത് അത് പിന്നെ പരമാവധി നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. ഒരു കാര്യം നമ്മൾ എവിടെയെങ്കിലും സെർച്ച് ചെയ്താൽ പിന്നെ കാണുന്നത് മൊത്തം അതായിരിക്കും. അതിന് പിന്നെ നല്ല കളിയുണ്ട്. മനസ്സിലുണ്ടോ? അപ്പോൾ നമ്മൾ ചിലവഴിക്കുന്ന സമയം ഇതേപോലെ പ്രിയപ്പെട്ടവരെ നന്മക്ക് വേണ്ടിയുള്ളതെല്ലാം ഈ തട്ടെടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മളൊക്കെ ഒരു മുജാഹിദാകണം. ഏത് മുജാഹിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു ഫില്ലാ, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നഫ്സിനോട് ജിഹാദ് ചെയ്യുന്നവൻ. എനിക്ക് വേണ്ട, ഞാൻ കാണുന്നില്ല, ഞാൻ കേൾക്കുന്നില്ല, മനസ്സിലാവുണ്ടോ, എനിക്കതിപ്പോൾ ഉപയോഗിക്കണ്ട. ഇന്ന് ഭാര്യമാർക്ക് കുറേ പറയാനുണ്ട്, പക്ഷെ പറയാൻ നമ്മൾ സമയം കൊടുക്കണില്ല. കുട്ടികൾക്ക് കുറേ പറയാനുണ്ട്. ഒരാൾ നമ്മൾ കൈ കൊടുത്ത് സംസാരിച്ച പോലും മറ്റേ കയ്യിലെന്താ ഫോണാണ്, മുഖത്തേക്ക് പോലും നോക്കണില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ വണ്ടി ഇട്ടിങ്ങനെ ഇറങ്ങി നോക്കി, ഈ കടത്തുണ്ടെങ്കിലും അതേപോലെ തന്നെ കുറേ ബസ് സ്റ്റോപ്പിൽ ചെക്കന്മാരിക്കുണ്ടാവും, 4-5 ചെക്കന്മാരിക്കുണ്ടാവും. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടുണ്ടാവില്ല. 2 മണിക്കൂർ ഇരുന്നാലും ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടില്ല, എല്ലാവരും ഫോണിലേക്ക് വരും. അപ്പോൾ ഒരാൾ സംസാരിക്കാൻ സമയമില്ല, സ്വന്തം മാരണമെന്ന് മൈൻഡ് ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് നമ്മളെ ഫോണിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി, വീട്ടിലേക്ക് പോയാൽ മതി എന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെ ബെഡ്റൂമിൽ പ്രിയപ്പെട്ടവരെ ഫോൺ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും, വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും. ഇനി ഒരു നമ്പർ തെറ്റി വന്നാൽ മതി ഒരു സംശയത്തിന്, അല്ലേ? ഏതൂനൊരു കേതു എന്ന് പറഞ്ഞ പോലെ ഒരു നമ്പർ തെറ്റി വന്നാൽ മതി, ഒരു പെണ്ണിൻ്റെ ഒച്ച കേട്ടാൽ മതി, തിരിച്ചു അങ്ങനെ തന്നെ ഒരു ആണിൻ്റെ ശബ്ദം കേട്ടാൽ മതി, സംശയമായി. ആ സംശയം രോഗവും പിശാച് പിന്നെ അതിൻ്റെ പിന്നാലെ കൂട്ടിക്കൊടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒഴിവാക്കേണ്ട കുറേ മേഖലകളുണ്ടാവും. ബോധപൂർവ്വം നമ്മൾ ഒഴിവാക്കണം. കൈ പോക്കറ്റിലേക്ക് പോകുമ്പോൾ വേണ്ടാ തീരുമാനിക്കണം. വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഒറ്റയ്ക്കിരിക്കാൻ സമയം ഉണ്ടാകണം. എന്തിന്? നമ്മളെക്കുറിച്ച് ആലോചിക്കാൻ, നമ്മുടെ ദീൻ്റെ കാര്യം ആലോചിക്കാൻ, നമ്മളെ മരണം ആലോചിക്കാൻ. ഇതിനൊന്നും ഇന്ന് സമയമില്ലാതെ മനുഷ്യർ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാ കുറച്ച് നേരം കൂടി ഉണ്ട്. നമ്മൾ ഇഷാ കുറച്ച് വൈകിട്ടാണ് നമസ്കരിക്കുക ഇൻഷാ അല്ലാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ജമാഅത്ത് നമസ്കരിക്കാം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇന്ന് അത് ദീനിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കാൻ എമ്പാടും സംവിധാനങ്ങൾ അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് പഠിക്കാൻ
2000 കിലോമീറ്റർ യാത്ര ചെയ്തതാണ്. 2000 കിലോമീറ്റർ. ചരിത്രം എന്താണെന്ന് അറിയോ? അദ്ദേഹം അവിടെ പോയിട്ട് അവിടെ നിന്ന് ഇരുന്നിട്ട് പോലില്ല, കേട്ടു മനസ്സിലാക്കിയിട്ട് അത് പോന്നു. അപ്പോൾ ആൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ അത്രയും കിലോമീറ്റർ താണ്ടിയിട്ട് ഇവിടെ വന്നത് എന്ന്. അപ്പോൾ ജാബിർ അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനൊരു ഹദീസ് താങ്കളുടെ പക്കലുണ്ട് എന്ന്. അതുകൊണ്ട് ഞാൻ മരണപ്പെടുന്നതിൻ്റെ മുന്നേ അത് ഞാൻ പഠിക്കാതെ പോയാൽ, അറിയാതെ പോയാൽ അത് വലിയ നഷ്ടമാണല്ലോ എന്നാലോചിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, താങ്കളുടെ അടുക്കിലേക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്ത് കടന്നു വന്നതെന്ന്. ഇന്ന് 2000 ഹദീസ് ഒറ്റ ക്ലിക്കിൽ നമുക്ക് എടുക്കാം അല്ലേ? എങ്കിൽ സഹോദരങ്ങൾ, നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ദീനിൻ്റെ പഠനത്തിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിനെ എങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റഗ്രാം ഉണ്ടാകും, വാട്സപ്പ് ഉണ്ടാകും, യൂട്യൂബ് ഉണ്ടാകും, ടെലഗ്രാം ഉണ്ടാകും, അതുപോലെ തന്നെ ജമീൽ ആപ്പ് ഉണ്ടാകും, പീസ് റേഡിയോ ഉണ്ടാകും, ഖുർആനിൻ്റെ ആപ്പ് ഉണ്ടാകും, അതൊക്കെ ഉണ്ടാവും. ഈ ആപ്പൊക്കെ എത്ര ശതമാനം ഉപയോഗിച്ചു എന്നറിയും സെറ്റിങ്സിലൊരു മാർഗ്ഗമുണ്ട്. സാധാരണ നമ്മൾ സ്റ്റുഡൻസിലെ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കും, അത് പച്ച നിറത്തിൽ ഇങ്ങനെ പോയിട്ടുണ്ടാവും. വാട്സപ്പ് എത്ര ഉപയോഗിച്ചിട്ടുണ്ട്, ഫേസ്ബുക്ക് ഇത്ര ഉപയോഗിച്ചിട്ടുണ്ട്, യൂട്യൂബ് എത്ര ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളൊന്ന് തുറന്നു നോക്കി, സ്വകാര്യമായിട്ട് ആരും വേണ്ട അല്ലേ, ഒറ്റയ്ക്ക് നമ്മൾ ഇരുന്നിട്ട് തുറന്നു നോക്കുക. വാട്സപ്പ് അങ്ങേ തലെത്തിയിട്ടുണ്ടാവും. അതിൻ്റെ പിന്നാലെ പോണ്ടാവും ആര്? ഫേസ്ബുക്ക്. അതിൻ്റെ മുന്നിൽ കടക്കാൻ വേണ്ടി കുതിച്ചു പോയവാർ? യൂട്യൂബ്, പച്ച നിറത്തിൽ. എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയും കഴിഞ്ഞ് പാലക്കാടും ഒക്കെ കഴിഞ്ഞ് തമിഴ്നാടും വിട്ടു പോയിട്ടുണ്ടാവും വാട്സപ്പും യൂട്യൂബും ഒക്കെ. എന്നാലോ അതിൽ ഖുർആൻ്റെ ആപ്പ് ഉണ്ടെങ്കിൽ, പീസ് റേഡിയോൻ്റെ ആപ്പ് ഉണ്ടെങ്കിൽ, ജമീലിൻ്റെ ആപ്പ് ഉണ്ടെങ്കിൽ അത് നമ്മളെ വീടിൻ്റെ ഗേറ്റ് വിട്ടിട്ട് പോയിട്ടുണ്ടാവില്ല. പച്ച നിറം കണ്ട ഭാഗ്യം, മനസ്സിലാവുണ്ടോ? പച്ച നിറത്തിൻ്റെ ഒരു പൊട്ട് കണ്ട ഭാഗ്യമാണ്. ഞങ്ങാനും കൈ തട്ടിയിട്ട് പീസ് റേഡിയോ ഓണായി എന്താട്ടാ, അല്ലാ അത് പോണ ഇപ്പോൾ വേണ്ടായ അല്ലേ? നമ്മൾ റമദാൻ മാസത്തിലാണെങ്കിലോ ഖുർആൻ്റെ ആപ്പൊക്കെ മുന്നിൽ കുതിച്ചു പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് അങ്ങനെ കുറഞ്ഞങ്ങോട്ട് വരും. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ സൂക്ഷിക്കണം. ഇതേപോലെ തന്നെ ദീനി ദഅവത്തിന് നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ സ്റ്റോറി എന്താകണം? ചിലർ മൊത്തം ആരോഗ്യത്തിൻ്റെ കാര്യങ്ങളാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ്. അല്ല, എവിടൊക്കെ എന്തൊക്കെ വരുന്നുണ്ടോ അതൊക്കെ മൂപ്പര സ്റ്റാറ്റസിലുണ്ടാവും. അതെന്താണെന്ന് അന്വേഷിക്കുക പോലും ചെയ്യില്ല. അത് വേറൊരു വിഷയമാണ്. ഏത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു കാര്യത്തെ പ്രിയപ്പെട്ടവരെ നമ്മൾ കൃത്യമായി അന്വേഷിച്ച് ഉറപ്പ് വരുത്തണം. ചിലർ ഫുള്ള് വായിക്കുക പോലുമില്ല. ഇപ്പോൾ ചില കള്ളന്മാരുണ്ട്, ഈ പെരുന്നാളിൻ്റെ സമയത്ത് ഇടും അല്ലേ, കാപ്പാട് മാസപ്പിറവി കണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പാവങ്ങൾ, ഈ സാധുക്കൾ എന്ത് ചെയ്യും, അതാണ്ട് അയക്കും. അതിന് അടിയിലുണ്ടാവും എന്ത്, അങ്ങനെ ആരെങ്കിലും കണ്ടാൽ അറിയിക്കണമെന്ന്. മനസ്സിലാവുണ്ടോ? അല്ലെങ്കിൽ ചന്ദ്രനെ കണ്ടിരിക്കുന്നു എന്നുണ്ടാവും. അപ്പോൾ മുപ്പര് നാളെ പെരുന്നാളാണ്. അപ്പോഴോ ചന്ദ്രനെ റൂട്ടിൽ നിന്ന് കണ്ടിരിക്കുന്നു അതിൻ്റെ അടിയിലുണ്ടാവും. ഇത് ചന്ദ്രേട്ടനെ കണ്ടതാണെന്ത് ചെയ്ത് മുപ്പര് അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുള്ളത്. അത് നമ്മളങ്ങനെ എഴുതാനും പാടില്ല, ഒരാളെ പറ്റിക്കാനും പാടില്ല, വേറെ വിഷയമാണ്. അപ്പോൾ ഇതൊന്നും വായിച്ച് നോക്കാതെ ഷെയർ ചെയ്യുന്നവർ, പച്ചവെള്ളം നിരന്തരമായി കുടിച്ചാൽ ക്യാൻസർ വരും, അതുണ്ട്, അങ്ങനെ ഉണ്ട്. അത് ചില ആളുകൾ അയച്ചിരുന്നത് അല്ലേ, പച്ചവെള്ളം കുടിച്ചാൽ ക്യാൻസർ വരുമോ? നമ്മൾ ആലോചിച്ച് നോക്കാം. പിന്നെ ഇപ്പം എന്താ കുടിക്കുക, കോക്കക്കോളെ അല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്തയുടെ നിജസ്ഥിതി അറിയാതെ കണ്ടതും കേട്ടതും ഷെയർ ചെയ്യുന്ന ആൾക്കാർ, കഫാബിൽ മർഇ കദിബൻ അയ്യുഹ്ദസ ബികുല്ലി മാ സമിഅൻ, കേട്ടത് മുഴുവൻ അയച്ചാൽ തന്നെ ഒരാൾ കള്ളനായി എന്ന്. വേറൊന്നും വേണ്ട, കേട്ടത് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പരത്തുക. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളെ സ്റ്റാറ്റസിൽ എന്താണ് രാവിലെ വരേണ്ടത്, എന്താണ് വൈകുന്നേരം വരേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാകണം, അതല്ലാതെ എല്ലാ ഇൻ്റർവ്യൂവിലും പിന്നെ അതിൻ്റെ വരുന്ന ക്ലിപ്പുകൾ, എല്ലാ സിനിമയുടെയും ക്ലിപ്പുകൾ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ ഫോട്ടോസ്, ഇതെല്ലാം ഇങ്ങനെ പോയി നടക്കുകയാണ്. എന്ന് മാത്രമല്ല, പ്രകടനപരത കൂടി. ഫാമിലി ഗ്രൂപ്പിൽ നമ്മൾ ചോറയിക്കാൻ പോയാൽ അതെന്തായി, ഫാമിലി ഗ്രൂപ്പിൽ. നമ്മൾ കുട്ടിനേറ്റ് പോയാൽ അത് ഫാമിലി ഗ്രൂപ്പിൽ. പ്രത്യേകിച്ച് ചെറിയ പെൺകുട്ടികൾ, ആൺകുട്ടികൾ എന്ന് പറയുന്നത്, അവരെ ഫോട്ടോ നമ്മൾ ഗ്രൂപ്പുകളിൽ ഇടുമ്പോൾ, നമ്മൾ DP ആക്കി വെക്കുമ്പോൾ, നമ്മൾ സ്റ്റാറ്റസ് വെക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. എന്താ അറിയോ? കണ്ണേറ് തട്ടുന്നുള്ളത്. സുലൈമാൻ റുഹൈലിയെ പോലെയുള്ള പണ്ഡിതന്മാർ പിന്നെ പറഞ്ഞ് കാണാൻ സാധിക്കും, നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ചെറിയ കുട്ടികളുടെ ഫോട്ടോസ് അതുപോലെ ഷെയർ ചെയ്യരുത്, സ്റ്റാറ്റസ് ആക്കരുത്, സ്റ്റോറി ആക്കരുത്. കാരണം നമ്മളെപ്പോലെ ദിക്കറും സംരക്ഷണമൊന്നും ഇല്ലാത്ത നമ്മളെ കുട്ടികൾ കണ്ണേറ് തട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ കാണുന്ന എല്ലാ മനുഷ്യന്മാരും മാഷാ അല്ലാ തബാറക്കല്ലാ എന്ന് പറയുമോ? ഇല്ല. അതുകൊണ്ട് കണ്ണേറ് തട്ടാൻ സാധ്യത ഉണ്ടാവും. ചില പിന്നെ റീൽസുകൾ തന്നെ കാണാം, കുട്ടീനെ കൊണ്ട് കുട്ടിയുടെ ഫോട്ടോ ഇട്ടപ്പോൾ പിറ്റേ ദിവസം എന്ന് പറഞ്ഞിട്ട് എന്താ, കുട്ടിയുടെ ഫോട്ടോ ഇട്ട ഫോട്ടോ ഉണ്ടാവും, പിറ്റേ ദിവസം കുട്ടി ഹോസ്പിറ്റലായിരിക്കും. അതും റീൽസാക്കി, അത് ഷോർട്സാക്കി, അത് വീഡിയോ ആക്കി. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇത് പ്രിയപ്പെട്ടവരെ, ഇതേപോലെ നമ്മളെവിടെയൊക്കെ നടക്കുന്നു ഇതൊക്കെ ഫോട്ടോ എടുത്ത് വിടുക.
എന്നിട്ട് അതിന് ആരെങ്കിലും ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു കുറ്റബോധം. അതെന്താ അരിക്കാഞ്ഞ്? ഇപ്പോൾ ധൃതിയാണ്, ഈ കാലഘട്ടത്തിൽ ധൃതിയാണ്. ഒരു മെസ്സേജ് അയച്ചിട്ട് വീണ്ടും തുറന്നു നോക്കും, അവൻ കേട്ടോ കണ്ടോ. 10 മിനിറ്റ് കഴിഞ്ഞാലോ അവൻ എന്തെങ്കിലും പറ്റിയുണ്ടോ, അല്ലെങ്കിൽ എപ്പോഴും ഇതിലുണ്ടാവണ ആളല്ലേ, മരിച്ചോ ഇനി അല്ലേ, അനി ഇവിടെ ഇല്ലേ, നാട് വിട്ട് പോയോ. അത്ര തിരക്കാൽ നിന്നാ അത് ശൈത്താൽ നിന്നാണ്. ഈ തിരക്ക് കൊണ്ട് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതേ രൂപത്തിൽ ദീനിയായ മാർഗ്ഗത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ, വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പ്രയത്നം നമ്മളിൽ ഉണ്ടാകണം. ഒരു ക്ലിക്ക് കൊണ്ട് 1000ഉം 10,000 മനുഷ്യരിലേക്ക് എത്തും. നമ്മുടെ ഫോണിലുള്ള 1000 ആളുകൾ അല്ലെങ്കിൽ 100 ആളുകൾ, പ്രിയപ്പെട്ടവരെ, രാവിലത്തെ വഴിവിളക്ക് അവർ വായിക്കാൻ, നേർമൊഴി നമ്മൾ അയച്ചു കൊടുക്കാൻ, നേർവഴി നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ, അതുപോലെ തന്നെ സന്ദേശങ്ങൾ അയച്ചു കൊടുക്കാൻ, ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ വെക്കാൻ. ഒരാൾ ചോദിച്ചു 1 മിനിറ്റ് ടോക്കൊക്കെ കേൾക്കലുണ്ടോ ചോദിച്ചു. പറഞ്ഞു അത് കേൾക്കാൻ സമയമല്ലാന്ന്. ഏത് 1 മിനിറ്റ് ടോക്ക്? ആകെ 1 മിനിറ്റേ ഉള്ളൂ. അത് കേൾക്കാൻ അത് 2-ൽ ചിലർ കേൾക്കണത്, വേഗം തീരാൻ വേണ്ടിയിട്ട്. 2-ൽ കേൾക്കുക. ഇപ്പോൾ ഫേസ്ബുക്കിൽ പിന്നെ യൂട്യൂബിൽ ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്, 3 മിനിറ്റ് കൂട്ടിപ്പടക്കാനുള്ള പരിപാടി അല്ലേ. ഒക്കെ വിജയിക്കും, കാരണം ആർക്കും സമയമില്ലാത്തവരാക്കി നമ്മളെ ഈ ഫോണ് മാറ്റുകയുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ദീനിൻ്റെ മാർഗ്ഗത്തിൽ ദഅവത്തിന് വേണ്ടി ഈ മൊബൈൽ ഫോണിന് ഉപയോഗപ്പെടുത്തണം. എങ്കിൽ പടച്ചോൻ്റെ കോടതിയിൽ നമുക്കെന്താകും, അത് ഹൈറായി വരും എന്നതിൽ യാതൊരു സംശയവും നമ്മൾ വെക്കേണ്ടതില്ല. അതേപോലെ തന്നെയാണ് ബന്ധം മുറിക്കാനും ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്താനും വേണ്ടിയിട്ട് പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആളുകൾ, വ്യാജമായ വാർത്തകൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന ആളുകൾ. വിശുദ്ധ ഖുർആൻ പറഞ്ഞതറിയോ, ഇൻ ജാഅക്കും ഫാസിക്കും ബിനബഇൻ ഫതബയ്യനു എന്നാണ്. ഒരു ഫാസിക്ക്, ഒരു തമ്മാടി നിങ്ങളടുക്കലേക്ക് ഒരു വാർത്ത കൊണ്ടുവന്നാൽ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അന്വേഷിച്ചറിയണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അന്വേഷിച്ചിട്ടേ ഏതൊരു കാര്യവും നമ്മൾ ഷെയർ ചെയ്യുന്നുള്ളൂ എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് അല്ലാഹു തിരിഞ്ഞു നോക്കാത്ത കുറേ വിഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ അതിലൊരു വിഭാഗമുണ്ട്, അദ്ദയ്യൂസ്, തിന്മകൾക്ക് വേണ്ടി കൂട്ടു നിൽക്കുന്ന ആൾ. കുടുംബത്തിൽ ഭാര്യയുടെ ഫോട്ടോ, മക്കളുടെ ഫോട്ടോ, പെൺകുട്ടികളുടെ ഫോട്ടോ അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് അവൾക്ക് A+ കിട്ടി, അല്ലെങ്കിൽ പ്രായപൂർത്തിയായ നമ്മുടെ പെൺകുട്ടികൾക്ക് കലോത്സവത്തിൽ ഫസ്റ്റ് കിട്ടി. അപ്പോൾ അവളുടെ ഫോട്ടോ വാപ്പ വെച്ചെടുക്കണത് എന്തിനാ? എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. യഥാർത്ഥത്തിൽ മുഖം എന്നത് ഏറ്റവും ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം പ്രദർശനമുള്ള, അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും കാതലായൊരു വശാണ്. അത് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അത് പറ്റില്ല. കുടുംബത്തിൽ ഇതേപോലെ വ്യഭിചാരത്തിന് വേണ്ടി കൂട്ടുനിൽക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ, അദ്ദയ്യൂസിനെ കുറിച്ച് പറയുമ്പോൾ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരലോകത്ത് നോക്കില്ല എന്നാണ്. വലാ യുസക്കീഹിം എന്നാണ്, അവരെ സംസ്കരിക്കുകയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് നോവേറ്റുന്ന വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ. അതുകൊണ്ട് നമ്മളെ മക്കളെ, നമ്മളെ ഭാര്യമാരെ നമ്മൾക്കൊരു പ്രദർശന വസ്തുവല്ല. ഇനി ഒന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടത് ആരോ, കല്യാണം കഴിയാത്ത നമ്മുടെ പെൺകുട്ടികൾക്ക് എന്തിനാണ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫോണ്? അതിനാവശ്യമില്ല. കല്യാണം കഴിയാത്ത പെൺകുട്ടികൾക്ക് രാത്രി ഫോൺ ആവശ്യമില്ല. എന്നാലും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു പഠിക്കുന്നല്ല. ഇന്നത്തെ ഒരു കാലഘട്ടം നമ്മൾ ഭയങ്കര പേടിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇപ്പം ഇതിനധികം ഒരു പെണ്ണുമായി സംസാരിക്കുമ്പോൾ പണ്ടൊന്നും സംശയിക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല അല്ലേ. എന്നാൽ ഇന്നൊരു പെൺകുട്ടിയും സംസാരിക്കുമ്പോൾ അത് സംശയത്തോടുകൂടി നോക്കിക്കാണേണ്ട അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മളെത്തി. അതൊന്നും കുഴപ്പമില്ല എന്നാണ് ചിലർ പറയാം. എല്ലാ തിന്മകളെയും എന്താക്കി അതിങ്ങനെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ആ തിന്മകളൊന്നും അല്ലാതാക്കി. ഇപ്പോൾ പണ്ട് നമ്മൾ കളിച്ചൊക്കെ ഈ ഫലസ്തീനിലെ ഗസയുടെ കുട്ടികളുടെ കാഴ്ച കാണുമ്പോൾ വല്ലാത്തൊരു വേദനയായിരുന്നു. പക്ഷെ അത് കണ്ടിട്ടോ അതിപ്പോൾ അവിടെ സ്ഥിരമാണ് അല്ലേ. ഇതാണ് നിരന്തരം ഒരു കാര്യം നടന്നുകൊണ്ടിരുന്നാൽ അത് സ്ഥിരമായിട്ടത് സാധാരണഗതിയിലാണ് എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മളെ കുടുംബത്തെ ഒരിക്കലും കൂട്ടിക്കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ പാടുകയില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനാവശ്യമായ സംസാരവും അതേപോലെ തന്നെ അത്തരത്തിലുള്ള ക്രയവിക്രയങ്ങളും സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇപ്പോൾ പല തരത്തിലുള്ള ബിസിനസ്സുകളാണ് ഫോണിലൂടെ നടക്കുന്നത്. ചിലതൊന്നും ഒരു യാഥാർത്ഥ്യമില്ല. ചിലത് അങ്ങോട്ട് പൈസ കൊടുക്കുന്നു, എന്താണ് ലാഭം എന്താണ് വിഹിതം ഒന്നും അറിയില്ല. നിശ്ചിതമായ പൈസ മാസം ഇങ്ങോട്ട് കിട്ടണു, പൈസ കിട്ടിയാൽ മതി,
വേറൊന്നും അന്വേഷിക്കേണ്ട. ഭയങ്കര തട്ടിപ്പ് നടക്കുകയാണ്. കച്ചവടമാകുമ്പോൾ പ്രിയപ്പെട്ടവരെ ലാഭത്തിന് ഏറ്റക്കുറച്ചിലുണ്ടാകും. എന്നാൽ ഇന്നോ ഈ സോഷ്യൽ മീഡിയകൾ നമ്മൾ കൊടുക്കുന്ന പല പണങ്ങളും ഒരു പക്ഷേ അതിന് നിർണ്ണയിച്ചൊരു പൈസ ഉണ്ടാവും, 5000 റുപ്യ, അതാ കിട്ടുള്ളൂ. 1,00,000-ന് 5000 റുപ്യ. അപ്പോൾ എന്താ കച്ചവടം കൂടും കുറയില്ല? അല്ല, അത് അങ്ങനെ തന്നെയാണ് അല്ലേ. ഇതിപ്പോൾ ഇതിൽ ഏത് മാർഗത്തിൽ അത് നടക്കണത് എന്ന് പോലും ആൾക്കാർക്ക് എന്താ കച്ചവടം എന്ന് ചോദിച്ചാൽ അതറിയില്ല. ഞാൻ കൊടുക്കലാണ്, അതൊരു കമ്പനിയാണ് അല്ലേ എന്ന് പറയലാണ്. അതൊരിക്കലും നമ്മൾ അത്തരത്തിലുള്ള ട്രാപ്പുകളിൽ പോയി പെടരുത് എന്നതാണ് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരു നന്മ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്താൽ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, ആ നന്മ ചെയ്തവൻ്റെ അതേ പ്രതിഫലം ഒന്നും കുറയാതെ അവർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ അയച്ചു കൊടുത്തൊരു മെസ്സേജ് അത് കണ്ട് ഒരാളൊരു ദിക്റ് ചൊല്ലിയാൽ നമ്മളും അത് ചൊല്ലിയതിൻ്റെ കൂലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവത്തിൽ കരുതലോടുകൂടി നമ്മൾ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് വിജയം ലഭിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ അത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് നമ്മൾ ബോധപൂർവം എന്ത് ചെയ്യണം? വിട്ടു നിൽക്കണം. മൊബൈൽ ഫോണ്, അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മൾ പ്രിയപ്പെട്ടവരെ കാണിച്ചു കൊടുക്കുമ്പോൾ അതല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതിലെല്ലാം നമുക്കൊരു നിയന്ത്രണം എന്ന് പറഞ്ഞാൽ അതിന് പിന്നാലെ നടക്കുന്നല്ല, മറിച്ച് അവർക്ക് നിശ്ചിതമായൊരു സമയം വെച്ച് നമ്മളാകട്ടെ അതേ രൂപത്തിൽ നിശ്ചിതമായ സമയം വെച്ച് നമ്മൾ ഉപയോഗിക്കുക എന്നതാണ് ഗൗരവത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കുടുംബത്തിലെ മെമ്പർമാർ എത്ര ആളുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എണ്ണം പറയും അല്ലേ. അതേപോലെ നമ്മളെ കുടുംബത്തിൽ മെമ്പറായിട്ട് ആര് മാറിയിട്ടുണ്ട്? നമ്മുടെ ഫോണ് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചില മനുഷ്യന്മാർ ഇന്ന് സമാധാനത്തിന് വേണ്ടി ഫോണാണ് അല്ലേ, ഒരു മനസ്സിനൊന്നും ബേജാറാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? അത് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കണ്ടത് മാറുന്ന പറയാം. യഥാർത്ഥത്തിൽ പണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്തത് എന്താണ്? അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ, നിൻ്റെ നമസ്കാരം, ദിക്റുകൾ, അതാണ് നിൻ്റെ പ്രയാസങ്ങൾക്കുള്ള പരിഹാരം എന്ന് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനല്ല. അത് ഫോണിൽ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കാണും ഞാൻ, അപ്പം എൻ്റെ ടെൻഷൻ അങ്ങോട്ട് മാറുന്നതാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മുടെ ദീന് മാറിപ്പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫോണിലെ പാസ്വേഡ് നമ്മുടെ ഭാര്യയ്ക്കും നമ്മുടെ ഉമ്മക്കും അറിയുന്ന രൂപത്തിൽ സുതാര്യമാകണം. ഭർത്താവ് അറിയാത്തൊരു പാസ്വേഡ് എനിക്കുണ്ടാകരുത്, ഭാര്യ അറിയാത്തൊരു പാസ്വേഡ് എനിക്കുണ്ടാകരുത്. എൻ്റെ ഉമ്മക്ക് എൻ്റെ ഫോൺ തുറക്കാൻ കഴിയണം, ആർക്കും എൻ്റെ ഫോൺ ആക്സസ് ചെയ്യാൻ കഴിയണം എന്ന് പറഞ്ഞാൽ എല്ലാ സ്വകാര്യതകളും മറ്റുള്ളവർക്കല്ല, കുടുംബത്തിലെ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നമ്മളെക്കുറിച്ച് എന്താകരുത്? ഒരു പുകമറ ഉണ്ടാകരുത്. പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശരിക്കും ആ കാര്യം ചെയ്യണം, ശ്രദ്ധിക്കണം. ഇപ്പോൾ പണ്ട് ഈ പിന്നെന്താ പറയുക, വ്യഭിചാരം എന്നൊക്കെ നമ്മളൊരു റൂമിലേക്ക് ഒറ്റയ്ക്ക് പോകണം, അവിടെ ഒരു പെണ്ണായിരിക്കും എന്നാണെങ്കിൽ ഇന്നല്ല, നമ്മുടെ റൂമിലേക്ക് എത്രയോ പെണ്ണുങ്ങളെ വിളിക്കാനും അല്ലെങ്കിൽ കാണാനും അത്തരത്തിലുള്ള അവസരങ്ങൾ ഇന്ന് തുറന്നിട്ട് തന്നിരിക്കുകയാണ്. ഒരു നിയന്ത്രണമില്ല. ഒരു ദിവസം ഒരു വീട്ടിലേക്ക് ഒരു മനുഷ്യനെ അന്വേഷിച്ച് പോലീസ് വരികയാണ്. ആ പോലീസ് വന്നപ്പോൾ ആ നാട്ടിലെ ആളുകൾ ഞെട്ടി. എന്നപ്പോൾ ഈ മനുഷ്യൻ്റെ വീട്ടിൽ അപ്പോൾ എന്താ സംഭവിച്ചാൽ, നമ്മുടെ നാട്ടിലെ ക്രൈം അല്ലെങ്കിൽ കുറ്റം ഏതാണെന്ന് വെച്ചാൽ ഈ റാപ്പ് ചെയ്ത അല്ലെങ്കിൽ പീഡിപ്പിച്ച വീഡിയോസ്, അത് നമ്മുടെ നാട്ടിൽ കാണൽ കേസുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ചെറിയ കുട്ടികളുടെ ലൈംഗികത ആസ്വദിക്കുക എന്നുള്ളത് അതും ക്രൈമായ കാര്യമാണ്. ഈ മനുഷ്യൻ ഫോണിൽ പ്രായമുള്ള മനുഷ്യനാണ്, ആ നാട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ആളാണ്. പക്ഷെ ആൾ കാണുന്ന എന്താണ്? ചെറിയ പെൺകുട്ടികളുടെ റേപ്പ് ചെയ്ത വീഡിയോയും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ചെറിയ കുട്ടികളുടെ ലൈംഗികമായ വീഡിയോസാണ് ആ മനുഷ്യൻ സെർച്ച് ചെയ്തത്. ആ സെർച്ച് ചെയ്തപ്പോൾ ഇവിടുന്ന് സിഗ്നൽ പോയി, സൈബർ സെല്ലിലെത്തി, അന്വേഷണം വന്നു, സ്റ്റേഷനിലെത്തി, സ്റ്റേഷനിലെ പോലീസുകാർ വീട്ടിലേക്കെത്തി. ദുനിയാവിൻ്റെ അവസ്ഥ പരലോകത്ത് പടച്ചോ നമ്മളെ വിടുമോ? ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് 2 വർഷം മുന്നേ ഡിലീറ്റ് ചെയ്ത ഫോട്ടോ ഇന്നെടുക്കാൻ വഴിയുണ്ട്. ഞാൻ അയച്ച മെസ്സേജ് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്നെടുക്കാൻ മാർഗമുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഞാനിവിടെ എന്തെല്ലാം സെർച്ച് ചെയ്തിട്ടുണ്ടോ അതെല്ലാം എടുക്കാൻ ഇന്ന് സംവിധാനങ്ങളും അതിനുള്ള ഉദ്യോഗസ്ഥന്മാരും അതിന് ടെക്നോളജി ഇവിടെ ഉണ്ട്. എന്നാൽ പരലോകത്ത് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം വരും എന്ന് നമ്മൾ ബോധ്യപ്പെട്ടാൽ മതി. അപ്പോഴേ നമുക്ക് നിയന്ത്രണം പൂർണ്ണാർത്ഥത്തിൽ നടക്കുള്ളൂ. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊന്നും രഹസ്യമാക്കാതെ പരസ്യപ്പെടുത്തും. വവജദു മാ അമിലു ഹാദിറാന, ചെയ്തത് മൊത്തം ഹാജരാവും. നമ്മൾ അതുകൊണ്ട് ഇബ്രാഹിമിന് അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹിയോട് വന്നിട്ട് ചോദിച്ചതാണ്, എനിക്കൊരു തെറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു കാണാത്ത സ്ഥലത്ത് പോയിക്കോന്ന് പറഞ്ഞു. അള്ളാഹു കാണാത്ത സ്ഥലത്ത് പോയിക്കോന്ന് പറഞ്ഞു. ഈ ആകാശത്തിൻ്റെ ചുവട്ടിൽ ഈ ഭൂമിക്ക് മുകളിൽ അള്ളാഹു കാണാത്തൊരു സ്ഥലമുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മളിതുകൊണ്ട് എവിടെ പോയാലും
അള്ളാഹു എന്നെ കാണും. യൗമ തുബല സറായിർ എന്നാണ്, അന്ന് രഹസ്യങ്ങൾ പിച്ചി ചീന്തപ്പെടും. ജനസമക്ഷത്തിൻ്റെ മുന്നിൽ, കോടികൾക്ക് മുന്നിൽ, മനുഷ്യരാശിക്ക് മുന്നിൽ പ്രിയപ്പെട്ടവരെ അപമാനം നേരിടേണ്ടി വരും. യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ, അന്നൊരു രഹസ്യമായതും ഉണ്ടാകില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പരസ്യമാക്കുന്നതാണ്. നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച്, അത് അവർ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ച്. ആ ചാറ്റ് ബോക്സ് ഡിലീറ്റ് ചെയ്താൽ ഭർത്താവ് തുറന്നാൽ ഭർത്താവിനറിയില്ല, ഓക്കെ ശരി ഇവിടുന്ന് രക്ഷപ്പെടാം. പക്ഷെ പരലോകത്തോ അൽ യൗമ നഖ്തിമു അലാ അഫ്വാഇഹിം വതുകല്ലിമുന ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സുബൂൻ. വായകൾക്ക് സീല് വെച്ച്, കൈകൾ സംസാരിച്ച്, കാലുകൾ പരലോകത്ത് സാക്ഷി പറയുന്നു. രക്ഷപ്പെടാൻ അവിടെ കഴിയില്ല. അതുകൊണ്ട് ആ ഒരു ഭയം എല്ലാവർക്കും ഉണ്ടാകണം, എല്ലാവർക്കും ഉണ്ടാകണം. അതില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ വലിയ അപകടമാണ്, വലിയ അപകടമാണ്. ഭാര്യയൊന്ന് അവളുടെ വീട്ടിലേക്ക് പോയി, ഞാൻ എൻ്റെ വീട്ടിൽ തനിച്ചാണ്, ദാ അവൻ തുറക്കുന്നു മൊബൈൽ ഫോൺ. അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് പോയി ജോലി സ്ഥലത്തേക്ക് പോയി, മക്കൾ സ്കൂളിലേക്ക് പോയി, ഭാര്യ എടുക്കുന്നു, വന്ന ഒരു നമ്പറിലേക്ക് തിരിച്ചൊരു മെസ്സേജ് അയക്കുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പറയപ്പെടാൻ കഴിയാത്ത പലതും നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ഇതിന് പ്രായമൊന്നുമില്ലല്ലോ. എത്ര പ്രായമാണെങ്കിലും 40 വയസ്സ് കഴിഞ്ഞ 20 കൊല്ലം കുടുംബജീവിതം നയിച്ചൊരു പെണ്ണ് കൊല്ലം ജില്ലയിലെ ഒരു ചെറുപ്പക്കാരനായിട്ട് പോവുകയാണ്. 3 മക്കളാണ്. മൂത്ത മകന് 18 വയസ്സ്, 18 വയസ്സ് കഴിഞ്ഞ് 19ലേക്ക് കടക്കുന്ന സമയം. രണ്ടാമത്തെ പെൺകുട്ടിക്ക് 13 വയസ്സ്, മൂന്നാമത്തെ കുട്ടിക്ക് 6 വയസ്സ്, 1-ാം ക്ലാസ്സിലെ. ഈ 3 കുട്ടികളെയും ഉപേക്ഷിച്ചിട്ടാണ് പോണത്. എന്താണെന്നറിയോ? ഗൂഗിൾ പേ വഴിയാണ് ചാറ്റ് നടന്നത്. ഗൂഗിൾ പേ വഴി എവിടുന്നോ നമ്പർ കിട്ടി, അങ്ങനെ ഒരു മെസ്സേജ് വന്ന്, ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഫേസ്ബുക്കും എന്നല്ല, പൈസ അയക്കുന്ന ഗൂഗിൾ പേ വഴി ചാറ്റാണ്. പുതിയ കണ്ടെത്തലുകളും പുതിയ ഗവേഷണങ്ങളും വൃത്തികേടിൻ്റെ വഴികളിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കുടുംബത്തിന് കാവലിരിക്കേണ്ടവരാണ്, നമ്മുടെ മക്കൾക്ക് നമ്മൾ കാവലിരിക്കേണ്ടവരാണ്. അവരുടെ മൊബൈൽ ഫോണുകൾ നമുക്ക് കൂടി തുറക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തേണ്ടതാണ്. ഇതേപോലെ നമ്മുടെ മൊബൈൽ ഫോണും മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ പറ്റേണ്ടതാണ്. അതല്ലാതെ ഒരു ഹിഡൻ അജണ്ടയും ഒരു രഹസ്യവും അല്ലെങ്കിൽ ആരെയും ഒളിപ്പിച്ചു വെച്ച് എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് ജീവിതം കൊണ്ട് നമ്മൾ തെളിയിക്കേണ്ടവരാണ്. അതുകൊണ്ട് വിശുദ്ധി ഉണ്ടാകണം, ഈമാൻ ഉണ്ടാകണം. നമ്മുടെ പരസ്യവും രഹസ്യവും ദുൽവജിഹ എന്ന് പറഞ്ഞു. നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന, ശിക്ഷ അനുഭവിക്കുന്ന ആളുകളാണ് ഇരട്ട മുഖമുള്ളവർ. ആ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും ഉണ്ടാകരുത്. നന്മയ്ക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുക, ആളുകൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കാൻ ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. എന്തെല്ലാം കാര്യങ്ങൾ ഫോൺ വഴി അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വഴി ആളുകൾ സേവ് ചെയ്ത് വെക്കുന്നു, പഠിക്കുന്നു. അടുത്തൊരു മനുഷ്യൻ്റെ ഈ സ്ക്രീൻ കാർഡിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ കവറുണ്ടല്ലോ, അതെന്താ പറയുക, മൊബൈൽ കവർ, അത് ട്രാൻസ്പെറൻ്റാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഒരായത്ത് എഴുതി വെച്ചിട്ടുണ്ട്, സൂറത്തുൽ ദുഹയിലെ തോന്നുന്നുണ്ട്, ഒരു ആയത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും പുതിയ അന്ധവിശ്വാസമാണോ എന്ന് വിചാരിച്ച്. ചിലവരുണ്ടല്ലോ, ഇപ്പോൾ ഇൻ ശക്കർത്തും അസീദ് എന്നക്കും, എല്ലാ വണ്ടിയും സ്റ്റിക്കറാണ്. അത് യഥാർത്ഥത്തിൽ അത് മനസ്സിലാണ് ആദ്യം വെക്കേണ്ടത്, അല്ലേ? നന്ദി കാണിച്ചാൽ അള്ളാഹു കൂടുതൽ നൽകും എന്നതാണ്. അതിപ്പോൾ എല്ലാ വണ്ടിയും സ്റ്റിക്കറാണ്. അപ്പോൾ ഇതേപോലെ ഒരു ആയത്ത് ആ മനുഷ്യൻ എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഖുർആൻ പഠിക്കുകയാണ്. അപ്പോൾ എന്താ ഒരായത്ത് ഒക്കെ അങ്ങനെ കയറുള്ളൂ വെച്ചു, ഫോണിലില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിതിൽ ആകെ അങ്ങോട്ട് വിളിക്കാനും ഇങ്ങോട്ട് വിളിക്കാനും അറിയുള്ളൂ, വേറെ എന്തെങ്കിലും തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകും. അതുകൊണ്ട് ഞാൻ കുട്ടീനോട് ഒരു ദിവസം എന്ത് ചെയ്യും, 3 ദിവസം കൂടുമ്പോഴാണ് ആയത്ത് പഠിക്കുക. പ്രായമുള്ള ഒരാളാണ്. ആളെന്ത് ചെയ്തു, കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു പേപ്പർ വാങ്ങിയിട്ട് അവനെ കൊണ്ട് എഴുതിച്ചിട്ട് ആ ആയത്ത് എഴുതും. അപ്പോൾ ഫോൺ എപ്പോഴും കാണണമല്ലോ, അത് തുറന്നിട്ട് എന്ത് ചെയ്യും, അത് വായിക്കും, അങ്ങനെ പഠിക്കും. അപ്പോൾ ഈ ഫോണിൻ്റെ കവറിൻ്റെ പുറകിൽ വരെ പഠനം നടത്തുന്ന ആൾക്കാർ ഇന്ന് ഇവിടെ ഉണ്ട്. എന്നാൽ നമ്മൾ എത്ര സുഖത്തിലാണ്, എത്ര സൗകര്യത്തിലാണ്. ഈ കണ്ണ് കാണാത്ത മനുഷ്യന്മാർക്ക് ഈ ഫോണ് നിങ്ങൾ അലിച്ചു നോക്കാം. ഇപ്പം നമ്മളൊരു ദിക്കറ് ഒരു കാര്യം ആളന്വേഷിച്ചാൽ വേഗം എടുത്തുകൊടുക്കണതാ ഈ ഫോൺ എടുത്തിട്ടാണ്. എന്നാൽ കണ്ണ് കാണാത്ത മനുഷ്യന്മാരോ, അവർക്ക് അതിനേതായ പ്രയാസങ്ങളിലൂടെ പോയിട്ടാണ് എന്ത് ചെയ്യാൻ, അവർക്കത് തുറക്കാൻ, അവർക്കത് അന്വേഷിക്കാൻ. അതുകൊണ്ട് നമ്മൾ സൗകര്യത്തിലാണ്, നമ്മൾ സുഖത്തിലാണ്, നമ്മൾ അനുഗ്രഹത്തിലാണ്. ഇത് വലിയൊരു നിഅമത്താണ്. അതേപോലെ തന്നെ വലിയ ഒരു അദാബുമാണ്, ശിക്ഷയുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ അഭിമാനം ക്ഷതപ്പെടാനും നമ്മൾ ഒളിച്ചോടിപ്പോകാൻ കാരണമാകുന്നതും നമ്മൾ ആളുകളിൽ നിന്ന് ഉൾവലിഞ്ഞ് പുറത്തേക്ക് വരാൻ നമ്മളെ പ്രേരിപ്പിക്കാത്ത ഘടകം ഈ ഒരു ഫോണ് മതി. മനസ്സിലാവുണ്ടോ? ഈ ഒരു ഫോണ് മതി. അവിടെ അയക്കുന്നൊരു മെസ്സേജ് മതി നമ്മുടെ എല്ലാം തകരാൻ, നമ്മുടെ ജോലി നഷ്ടപ്പെടാൻ, നമ്മുടെ കുടുംബം തകരാൻ, നമ്മുടെ ഭാര്യ പോകാൻ, നമ്മുടെ മക്കൾ നമ്മളെ കുറ്റവാളികളെന്ന്, മോശപ്പെട്ടവനെന്ന് വിലയിരുത്താൻ. ഒരധ്യാപകൻ അവൻ തൻ്റെ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾക്ക്
അശ്ലീല വീഡിയോ കാണിച്ചു കൊടുത്തു, പിടിക്കപ്പെട്ടു. എന്താണ് സഹോദരങ്ങളെ? പിടിക്കപ്പെട്ടു. ഇന്ന് ഒളിച്ചിട്ടാണ് താമസിക്കണത്. പുറത്തേക്ക് വന്നില്ല. പുറത്ത് വന്നാൽ പോലീസുകാർ അവനെ പൊക്കും. പോക്സോ കേസാണ്. ആലോചിച്ച് നോക്കുക നിങ്ങൾ. ആ മനുഷ്യൻ്റെ ജീവിതം കഴിഞ്ഞു. വിവാഹം കൂടി കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു നല്ല കുടുംബജീവിതം ഉണ്ടാകില്ല. ഇനി ആ മനുഷ്യന് അധ്യാപനം ഉണ്ടാകുമോ? ഇല്ല. നാട്ടുകാർക്ക് മുന്നിൽ മാന്യമായി തലയുയർത്തി നടക്കാൻ പറ്റുമോ? ഒരു ജീവനില്ലാത്ത ഫോണിലൊരു വീഡിയോ, അതാണ് പ്രശ്നം. ഇതേപോലൊരു മെസ്സേജ് മതി നമ്മുടെ എല്ലാ മുഖവും നഷ്ടപ്പെടാൻ. അതുകൊണ്ട് ഗൗരവത്തിലാണ് നമ്മളിതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ആവർത്തിച്ച് സൂചിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ഷർറുകളിൽ നിന്ന് നമ്മയെല്ലാം കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നല്ല ഗ്രൂപ്പുകളിലാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. എല്ലാ ഗ്രൂപ്പിലും കയറും. ഏതാണ് പുതിയ ഗ്രൂപ്പ്? ഇപ്പോൾ കുറേ ഷെറുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാനൊരു പേര് പറയണില്ല. ഇപ്പോൾ അടുത്തൊരാൾ താടിയും മുടിയൊക്കെ പഠിച്ചു കളഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്നപ്പോൾ ഈ മുസ്തഫാൻ്റെയോ ജബ്ബാറിൻ്റെയോ ആരിഫിൻ്റെയോ ഒരു ഇതിലൊക്കെ പോയി എന്ന് വിചാരിച്ചു. അല്ല. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ പുതിയൊരു ഫിത്തനുണ്ട്. അവന് യൂട്യൂബിലൊരു ചാനലുണ്ട്. അവൻ്റെ വാദം എന്താ വെച്ചാൽ സൂര്യൻ ഉദിക്കാനുണ്ട്. ഇപ്പോൾ ഇവിടെ ഉദിച്ചൊന്നും സൂര്യനല്ല, അതാണ് ഇസ്ലാം ഒന്നുമല്ല, വേറെന്തോ സാധനം വരാനുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒഴിഞ്ഞിരുന്നിട്ട് മൂപ്പരെ വീഡിയോ എങ്ങനെ ഇരുന്ന് കാണുക. എത്ര മനസ്സമാധാനം. ഇതാണ് ആളുകൾ എന്ത് ചെയ്യണത്? ചൂഷണം ചെയ്യണത്. മനസ്സമാധാനം കിട്ടണമെങ്കിൽ ആ മനുഷ്യൻ്റെ വീഡിയോ കണ്ടാൽ മതി. എന്നിട്ടോ ആ മനുഷ്യൻ്റെ വീഡിയോയിലൂടെ എന്തോ ഒരു ശക്തി ഇവരിലേക്കും കയറുന്നു. പൈശാചികൻ ശക്തി കയറുന്നു. അതോടുകൂടി ഇവൻ്റെ അടിമയാകുന്നു. മുസ്ലിങ്ങൾ അതിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിരീശ്വരവാദത്തിൻ്റെ മറ്റൊരു വേർഷൻ, ആത്മീയ നിരീശ്വരവാദം. ഇതേപോലെ തന്നെ നിങ്ങൾ രാവിലെ നീണ്ടിട്ട് ഈ കൊടക്കാടുള്ള മറ്റേ ചങ്ങയുണ്ടല്ലോ, ആളെ ചാനൽ നോക്കി 25,000 സ്ത്രീകളുണ്ടാവും. രാവിലെ 6 മണിക്ക് 5:30 തുടങ്ങും. 25,000 ഈ പള്ളിയിൽ കൊള്ളൂല, ഇവിടെ കൊള്ളൂല. എത്ര സ്ത്രീകളുണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കുക. 25,000 സ്ത്രീകളാണ് മൂപ്പരുടെ ദിക്ർ കേൾക്കാൻ വേണ്ടി ഇല്ലാത്ത ദിക്ർ പഠിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. സോഷ്യൽ മീഡിയയാണ് അവരുടെ ചൂഷണത്തിൻ്റെ മാർഗം. അതൊരു ചാനലാണെങ്കിൽ അങ്ങനത്തെ എത്രയോ ചാനലുകൾ വേറെയുണ്ട് പല വ്യക്തികൾക്ക്. നൂറെ ഹബീബ്, മദനീയം തുടങ്ങിയ ചാനലുകൾ, ഇതൊക്കെ സ്ത്രീകളാണ് അവരുടെ ഏറ്റവും വലിയ മുതൽ മുടക്ക്. മനസ്സിലാവുണ്ടോ? കച്ചവടം ആ സ്ത്രീകളെ കൊണ്ടാണ്. 25,000 സ്ത്രീകൾ, 22,000 സ്ത്രീകൾ എന്നുണ്ടാവും. രാവിലെ വൈകുന്നേരം 10,000 അധികം ഉണ്ടാവും. നമ്മൾ നോക്കി നോക്കൊണ്ടു. അപ്പോൾ ഇവരെ നമുക്ക് തിരിച്ചു വിളിക്കണമെങ്കിൽ ഈ മൊബൈൽ ഫോണിലൂടെ തന്നെ എന്ത് ചെയ്യണം? ഈ ആദർശം അവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം. ഇതിലൂടെ തന്നെ അവരെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. എത്രയോ ആളുകൾ പഠിച്ചും മനസ്സിലാക്കിയിട്ട് എന്തിനുണ്ട് വരുന്നുണ്ട്, ഈ ആദർശത്തിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ നാടിൻ്റെ അടുത്ത് നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കുടുംബത്തിലെ ഒരു മെമ്പർ ഒരു ദിവസം പള്ളിയിൽ കണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾ എന്താ പറയുക, വഴിയിൽ പോകുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി കയറിയതായിരിക്കും. പക്ഷേ പിന്നെ അടുത്ത വക്തിന് മൂപ്പരെ കണ്ട് പിന്നെ വീണ്ടും പള്ളിയിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇപ്പോൾ പള്ളിക്കായിട്ട് തന്നെയാണ് വരല്? 3 കിലോമീറ്റർ വണ്ടി ഓടിച്ച് പള്ളിക്ക് വരണം. അപ്പോൾ അവരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ നല്ല ഖുറാഫാത്തുള്ള കുടുംബമാണ്. എൻ്റെ നാട്ടിൻ്റെ അടുത്താണ്, വീടിൻ്റെ തൊട്ട് പ്രദേശമാണ്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ പള്ളിക്കായിട്ട് തന്നെ വരാം? ആ പള്ളിക്കായിട്ട് വരാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. ഗൾഫിൽ നിന്നായിരിക്കും എന്നല്ലേ ചോദിച്ചു. അല്ല. അപ്പോൾ എവിടെ നിന്ന് കിട്ടി ചോദിച്ചാൽ പറഞ്ഞു, ഫോണിൽ വീഡിയോ കണ്ടതാണ്. അൽഹംദുലില്ലാഹ്. ഞങ്ങൾ ആലോചിച്ചോക്കാം, നമ്മുടെ ഷെയറുകൾക്ക്, നമ്മുടെ വീഡിയോസുകൾക്ക്, നമ്മുടെ പ്രോഗ്രാമുകൾ എന്തിനാ ഇപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് എന്നൊക്കെ നമ്മൾ ചോദിക്കും അല്ലേ? അതിപ്പോൾ എന്തിനാ നമ്മൾ ലൈവ് വിടുന്നത്? അതൊന്നും ആവശ്യമില്ല. ഇത് കണ്ടിട്ട് എത്രയോ മനുഷ്യന്മാർക്ക് ആളിന്ന് വിശ്വത്തിൻ്റെ മെമ്പറാണ്, ആ ശാഖയിലൊരു ഭാരവാഹിയാണ്. പിന്നെ അദ്ദേഹം കുവൈത്തിലേക്ക് ചെന്ന് അവിടെ പല പ്രോഗ്രാമുകളിൽ പങ്കെടുത്തതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരുന്നുണ്ട്. ഞങ്ങൾ ഇവിടെയൊക്കെ പോകണ്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ആദർശത്തിലേക്ക് വരുന്നത് ഈ ഫോൺ കൊണ്ടാണ്. നമ്മളൊരു വേദി കെട്ടി പ്രസംഗിക്കണേക്കാൾ വലിയ സ്വാധീനങ്ങൾ ഇന്ന് ആളുകളുടെ കയ്യിലേക്ക് ഇത് കിട്ടുന്നുണ്ട്. ആളുടെ കയ്യിലേക്ക് ഈ സാധനം എത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്യണം, നമ്മൾ ലൈക്ക് ചെയ്യണം, നമ്മൾ അയച്ചു കൊടുക്കണം, നമ്മൾ സ്റ്റാറ്റസ് ആക്കണം. എന്ത് വന്നാലും, നല്ല കാര്യങ്ങൾ എന്ത് വന്നാലും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ളൊരു തിരക്ക് നമ്മൾ കാട്ടണം. ഇത് നന്മകളുടെ വിഷയത്തിലുണ്ടാകണം. ഇപ്പോൾ SIR വന്നപ്പോൾ നമ്മുടെ സംഘടന എടുത്തൊരു പ്രവർത്തനം എന്താ? അതിൻ്റെ ഓരോ കാര്യങ്ങൾ കൃത്യമായി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ? ഏത് നന്മയും നമുക്ക് ചെയ്യാം. പൊതുസമൂഹത്തിന് നന്മയുണ്ടാകുന്ന ഇപ്പോൾ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. തട്ടിപ്പും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും ഏറ്റവും നല്ല മാർഗ്ഗങ്ങൾ ഇന്ന് ഇപ്പോൾ ഒരു വീട് ഇന്ന് രാവിലെ ഒരു സ്ത്രീ ഇട്ടൊരു 3 ആളുകൾ താമസിക്കുന്ന ഒരു ചെറിയൊരു പട്ടപ്പരൻ. അപ്പോൾ ഇന്ന് അതിലേക്കുള്ള പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇതിലൂടെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനപ്പുറം
ചൂഷണങ്ങളുടെ മാർഗം വേറെയുമുണ്ട്. അതുകൊണ്ട് ഇത് നന്മക്ക് ഉപയോഗിച്ചാൽ ഏറ്റവും നല്ല രൂപത്തിൽ നമുക്കിത് പരലോകത്ത് മറുപടി പറയാൻ കഴിയും. അതല്ലെങ്കിൽ നമ്മൾ നാളെ പരലോകത്ത് ശിക്ഷിക്കപ്പെടുമെന്നതിൽ ഒരു സംശയം നമ്മൾ കാണിക്കേണ്ടതില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതില്ല എന്നുകൂടി സൂചിപ്പിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി നിർമാറാകട്ടെ. എല്ലാ നന്മകൾക്കും അള്ളാഹു നമ്മെ സാക്ഷിയാക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകളിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യത്തിലും പരസ്യത്തിലും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം മാപ്പാക്കി നിർമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ സന്താനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമ പ്രദാനം അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു ഷിഫാഉ നാജിലിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, സത്യവിശ്വാസികൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.